Hi all, welcome to another episode of Math Plus Plus. As usual, I'm with KP and Ajo. ഈ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെരി റെലവെന്റ് വെരി ട്രെൻഡിങ് ടോപ്പിക്കാണ് AI ആൻഡ് LLM. ശരിയാ. നമ്മള് എനിക്കൊന്ന് ഈ ബസ് വേർഡ് ഇപ്പൊ കുറെ നാളായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഐ ഗെസ് ഇറ്റ്സ് വെരി നോൺ. അപ്പം നമ്മൾ ഓർത്ത് ലൈക്ക് അത്രയും റെലവെന്റ് ടോപ്പിക് എടുക്കാം. സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് കുറെ കാര്യങ്ങൾ പോയി. ഡിസ്ക്ലെയിമർ ആയിട്ട് ഞങ്ങൾ പറയാണ്, നമ്മളൊന്നും AI എക്സ്പേർട്സ് അല്ല. We just wanted to share our ideas and thoughts of how AI is growing, how rapidly it is growing. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ടൂൾസ് എന്താണ്, നമ്മൾ എങ്ങനെ അപ്സ്കെയിൽ ചെയ്തതെന്നൊക്കെ ഉള്ള ഒരു ചെറിയ ഷെയർ ചെയ്യാൻ ഓർത്തു, വിച്ച് വുഡ് ബി ഹെൽപ്ഫുൾ. ബിഫോർ ഇവൻ സ്റ്റാർട്ടിങ്, ലൈക്ക് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് AI and LLM എന്താ? ലൈക്ക് റെലവെന്റ് ആയിട്ടുള്ള ഇപ്പം AI ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ബേസിക്കലി എന്തുവാ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ലേണിംഗ് സ്റ്റേജസ് അല്ലേ? ശ്രമങ്ങൾ. സോ AI എന്ന് പറയുന്നത് വലിയ ഫീൽഡാണ്. അപ്പൊ അതിനകത്ത് ഒരു സബ്സെറ്റ് ആണ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് ഒരു സബ്സെറ്റ് ആണ് ഡീപ് ലേണിംഗ്. അപ്പോൾ ഡീപ് ലേണിംഗ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്നൊക്കെ ഇപ്പൊ റീനെയിം, എനിക്ക് ന്യൂറൽ നെറ്റ്സിനെയാണ് ഡീപ് ലേണിംഗ് ആയിട്ട് ഇപ്പം റീനെയിം ചെയ്തത്. സോ kind of deep learning are large language models. Basically neural nets which are trained on large data. That are basically LLMs. According to my understanding. പിന്നെ വേറെ LMMs ഇല്ല, ലാർജ് മൾട്ടി അത് ഓഡിയോ വീഡിയോ. അതെ, അത് ഗൂഗിളിലൊക്കെ ഇപ്പം അവരുടെ കുറെ ഏരിയാസിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്തു. ബട്ട് ഇൻ ദ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ സോ ഇപ്പോഴും അറിയാം, ലൈക്ക് ദാറ്റ് ഡേ നമ്മളിങ്ങനെ രാവിലെ എണീക്കുമ്പോ കുറെ ലിങ്ക്ഡിൻ പോസ്റ്റ്, ലൈക്ക് ലുക്ക് അറ്റ് ദിസ്, ലുക്ക് അറ്റ് ദാറ്റ്, യുനോ, മറ്റേ കോഡ് ഇങ്ങനെ എഴുതുന്നു, കോഡ് അങ്ങനെ എഴുതുന്നു. സോ ആ സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിൽ കൂടെ? ഈ ലിങ്ക്ഡിനിൽ വരുന്ന പോസ്റ്റ് എല്ലാം ഒന്നും ആക്യുറേറ്റ് അല്ലാന്ന് എന്റെ ഒരു ഇത്. അപ്പൊ ആദ്യം ഞാൻ ട്രസ്റ്റ് ചെയ്തില്ല. പിന്നെ ഓവർ ടൈം ആ ഇത് കണ്ടിന്യൂ ചെയ്തപ്പോൾ മനസ്സിലാവും സംതിങ് ഹിയർ. അന്നേരം തന്നെ ട്രൈ ചെയ്തോ അതോ യൂട്യൂബ് സംതിങ്? ഐ ടുക്ക് സം ടൈം. ഞാൻ ഇതൊന്ന് വെരി ഏർലി ഞാൻ ChatGPT ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഞാൻ കോഡ് ജനറേറ്റ് ചെയ്താണ് നോക്കിയത്. പക്ഷെ അന്ന് വെരി ഇറ്റ് വാസ് ഗുഡ് ഇനഫ് എന്നുള്ള രീതിയില്. സാധാരണ അറുപയുടെ അപ്രൂവൽ കിട്ടാൻ ഭയങ്കര പാടാണ് എല്ലാ കാര്യങ്ങളും. ഞാൻ അന്നേരം കൈൻഡ് ഓഫ് ഡ്രോപ്ഡ് ഇറ്റ്. പിന്നെ ലൈക്ക് ലോട്ട് ലേറ്റർ ആണ് അജോ എനിക്ക് ക്ലോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഞെട്ടിപ്പോയി. ബിക്കോസ് ദ പ്രോബ്ലം ഇസ്, ഞാൻ ഇച്ചൂടെ ലിങ്ക്ഡിനിലൊക്കെ ഇച്ചൂടെ കാര്യങ്ങൾ ആക്റ്റീവ് ആയോണ്ടല്ല, ലൈക്ക് ഇറ്റ് സർപ്രൈസ് മീ. ബിക്കോസ് when everyone started talking about the same thing, like it's blowing my mind. ഇത് തന്നെയായിരുന്നു നമ്മുടെ ലിങ്ക്ഡിനകത്ത് കുറെ നാൾക്ക് ഇങ്ങനെ വന്നു, എല്ലാരും പോസ്റ്റ് ചെയ്യാറുണ്ട്, ലൈക്ക് ദിസ് ഈ കോഡ് കണ്ടില്ലേ. And the first thing is, like, all the developers was stunned because നമ്മൾ ഓർത്തില്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു റെവല്യൂഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ദിസ് ഇസ് എ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഇസ് കമ്മിങ് ഇൻ ടു പിക്ചർ. ആൻഡ് ഇറ്റ് ജസ്റ്റ് ബ്ലൂ ഓഫ്. എന്നിട്ട് അപ്പൊ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇറ്റ്സ് ആക്ച്വലി ഒരു അതിനെ പുറകെ ഇരുന്ന് ചെയ്തതാണോന്ന്, ലൈക്ക് അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകാൻ തുടങ്ങി. ബിക്കോസ് ഇറ്റ്സ് നമ്മള് വി ആർ ഓൾ ഡെവലപ്പേഴ്സ്, സോ വി ആർ മെന്റ് ടു കോഡ്, ആൻഡ് സഡൻലി someone else is doing the same job. So it's like creating a question mark. അങ്ങനെ ഒരു സർപ്രൈസിങ് അല്ല, ബേസിക്കലി അയ്യാ ജോലിയൊക്കെ പോവാ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടായിരുന്നു. ChatGPT തന്നെയാണ് കോഡ് ജനറേറ്റ് ചെയ്യാൻ നോക്കിയത്. നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ലൈക്ക് വലിയ ഹൈഫൈ പ്രോബ്ലംസ് കൊടുക്കുന്നതിനെക്കാട്ടും ലൈക്ക് ഒരു സിമ്പിൾ സാധനം കൊടുത്തു നോക്കാം എന്ന് വെച്ചു. സിമ്പിൾ സാധനം സോൾവ് ചെയ്തപ്പോ ഞാൻ അടുത്ത് ഇതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാം, പ്രൈം ഫാക്ടർ നമ്പർ, അങ്ങനെയൊക്കെ വെരി ബേസിക് വെരി എലിമെന്ററി ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ അതത് നല്ല സോൾവ് ചെയ്തപ്പോ I was like, then we got that panic. ഞാൻ അടുത്ത് ഇതിനെങ്ങനെയും പൊട്ടിക്കാം. അപ്പൊ ഒരു ഇച്ചിരി കാട്ടി. പക്ഷെ എന്നാലും kind of I was like stunned. ഈ LLM ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചേഴ്സ് അൽഗോരിതം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം സോൾവ് ചെയ്യാൻ തോന്നുന്നു. വെരി ഡിഫൈൻഡ്. എന്റെ അണ്ടർസ്റ്റാൻഡിംഗില് സ്റ്റിൽ ഞാൻ സ്കെപ്റ്റിക്കൽ. ഇത് റീസൺ ചെയ്യും, ഇപ്പം ചില മോഡൽസ് റീസൺ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കത്ര മേ ബി എനിക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ അത് റീസൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ബിക്കോസ്
ഇത് ഓഫ് കോഴ്സ് നമ്മൾ പുതിയ ക്വസ്റ്റ്യൻ കൊടുക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ കോഡിനകത്ത് അങ്ങനെ ഒരു വെബ്സൈറ്റിനകത്ത് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ അത് റീസൺ ചെയ്ത് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇറ്റ് ഈസ് എ പ്രൂഫ് ഓഫ് റീസണിങ് ദ മോഡൽ ഡസ്. ബട്ട് ഇപ്പം ചില ബെഞ്ച് മാർക്സ് ഇല്ലേ, ചില ഈ സാറ്റ് എക്സാംസ്, അതുപോലത്തെ എക്സാംസ് എ ഐസ് ക്രാക്ക് ചെയ്യുന്നത് because already there is data solves for these questions അല്ലേ. അപ്പം അത് എന്തായാലും മെമ്മറിയിൽ ഉണ്ട്. അപ്പം അത് എങ്ങനെയാ അത് റീസൺ ചെയ്ത് സോൾവ് ചെയ്യുന്നതാണോ അതോ മെമ്മറിയിൽ നിന്ന് എടുക്കുന്നതാണോ എന്ന് നമുക്ക് അറിയത്തില്ല. ഐഡിയലി എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ വായിച്ചായിരുന്നു ലൈക്ക് ഇങ്ങനെ ബേസിക്കലി so just to understand how this works കുറെ ഡീപ്പായിട്ട് പോയില്ല. ബേസിക്കലി ഇറ്റ്സ് ലൈക്ക് നമ്മുടെ വാട്സാപ്പിനകത്ത് ഇങ്ങനെ ഓട്ടോ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ അത് ലൈക്ക് ടെക്സ്റ്റിനെ എല്ലാം മാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഫൈനലി ഫോംസ് ഇറ്റ്. ഫണ്ടമെന്റൽ തിങ് എന്ന് പറഞ്ഞാൽ LLM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോക്കൺ ജനറേറ്റ് ചെയ്യുന്ന ഒരു എഞ്ചിൻ LLM അല്ലെങ്കിൽ ഈ മോഡൽസ് എല്ലാം. സോ അതാണ് അവിടുത്തെ ഒരു എനിക്ക് റീസണിങ് എന്തുവാ അല്ല എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പോഴും സ്റ്റിൽ ക്യൂരിയസ് ആണ്. സോ ഐ എം സ്റ്റിൽ നോട്ട് സോൾഡ് ദാറ്റ് ദീസ് മോഡൽസ് ക്യാൻ റീസൺ. പക്ഷെ അത് കുറെ ടാസ്ക്സ് ലൈക്ക് വൃത്തിയായിട്ട് ചെയ്യും. ലൈക്ക് ഫോർ എക്സാമ്പിൾ സമ്മറൈസിങ്, കമ്മിങ് അപ്പ് വിത്ത് കണ്ടന്റ്, ഐഡിയാസ്, അങ്ങനത്തെ സാധനങ്ങൾ അത് it's very good. ഐഡിയാസിന്റെ കാര്യം പറയുമ്പോൾ ലൈക്ക് സോ യു ആർ സ്റ്റിൽ ബിലീവിംഗ് ദാറ്റ് ഇത് ആരെയും അവരുടെ മെമ്മറിയിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു രീതിയിൽ നമ്മളൊരു ഡിഫറെന്റ് വേയില് ഡിഫറെന്റ് വേർഡ്സ് അറേഞ്ച് ചെയ്യുമ്പോഴാണ് ബേസിക്കലി ഒരു സെന്റൻസും ഒരു ഐഡിയ ഫോം ചെയ്യുന്നത്. അത് ഞാൻ വിചാരിക്കുന്നത് ബേസിക്കലി മോസ്റ്റ്ലി പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആവാം. സോ ഒരു അത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് മേ ബി നെക്സ്റ്റ് വേർഡാണ്. അപ്പം ആ ഒരു സെന്റൻസിൽ ഏറ്റവും പ്രോബബിലിറ്റി കൂടുതൽ വരാനുള്ളത് ഒരു പെർട്ടിക്കുലർ വേർഡ് ആണെന്നുണ്ടെങ്കിൽ മേ ബി അത് ഐഡിയ വിച്ച് മേക്ക് സെൻസ് ഫോർ അസ്. മേ ബി സ്റ്റിൽ അതാണ് റീസണിങ് ഇപ്പോഴും എനിക്ക് ബിലീവബിൾ അല്ലാത്തത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവാത്തത്. പുതിയ കണ്ടന്റ് പറ്റില്ല എന്നുള്ളൊരു. പക്ഷെ നമ്മളും അങ്ങനെയല്ലേ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങില് നമുക്ക് നമ്മുടെ വേൾഡില് നമ്മളിപ്പം കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്. വി ആർ കീപ്പിംഗ് ഓൺ ഒബ്സർവിംഗ് വിച്ച് മീൻസ് ദാറ്റ് അവർ ബ്രെയിൻ ഇസ് ഓൾസോ സ്റ്റാർട്ട് നമ്മളിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സാധനങ്ങള്. അപ്പൊ നമ്മളിപ്പോ നമ്മളോട് പറയാം ലൈക്ക് വാട്ട് എൽസ് എ ന്യൂ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മള് എവിടുന്നേലും കണ്ട ഒരു ഇൻസ്പിറേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്തൊരു സാധനം ഉണ്ടാക്കാനോ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. ലൈക്ക് അൺലെസ് ആൻഡ് അൺലൈക്ക് എത്ര പേര് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ന്യൂ ഐഡിയ റോക്കറ്റ് പറന്ന് തിരിച്ചു വരുമെന്ന് ലൈക്ക് ഔട്ട് ഓഫ് മില്യൺസ് ഓർ ബില്യൺസ് ഓഫ് പീപ്പിൾ ഒരാളെ അത് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ ആ തിങ്കിങ് പ്രോസസ്. സോ ഹ്യൂമൻസ് വരെ ലൈക്ക് ഏതോ ഒരു ഇൻസ്പിറേഷൻസിലോ സാധനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ചിലപ്പം അങ്ങനെ ആയിരിക്കത്തില്ലേ എല്ലാം തിങ്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഞാനൊരു സെന്റൻസ് ഫോം ചെയ്യും, ഞാനൊരു സെന്റൻസ് ഫോം ചെയ്യുക. അപ്പൊ ഞാൻ ഒരു 5 വേർഡ്സ് എഴുതി. ഓക്കെ, ഞാൻ ആ സെന്റൻസിന്റെ കോണ്ടെക്സ്റ്റില് അല്ലെങ്കിൽ അതിനെ അത്രയും വരെ ഞാൻ എഴുതിയതിന്റെ മീനിങ് വെച്ചിട്ടാണ് ഞാൻ അടുത്ത് വേർഡ് സെലക്ട് ചെയ്യുന്നത്. ലൈക്ക് ഒരു എന്തുവാ അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞത് LLMs ആക്ച്വലി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി, വാട്ട് ഈസ് ദ ഹയസ്റ്റ് പ്രോബബിലിറ്റി വേർഡ് ദാറ്റ് ഐ ക്യാൻ പുട്ട് ഹിയർ എന്നാണ്. അത് ബേസിക്കലി അതാണ് ചെയ്യുന്നതാണ് ഞാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കുന്നത്. ബട്ട് ഐ എം സ്റ്റിൽ ക്യൂരിയസ് വാട്ട് ഈസ് റീസണിങ്, ലൈക്ക് ഡസ് ഇറ്റ് റീസൺ യെറ്റ്. ഓക്കെ, ആ ഒരു പെർസ്പെക്റ്റീവില് ലൈക്ക് ഇച്ചിരി നമുക്ക് അല്ല ഐ എം സ്റ്റിൽ ഫൈൻ റീസൺ എങ്ങനെ അത് വർക്ക് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ അത് റീസൺ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? റാപ്പിഡ് ഗ്രോത്ത് തന്നെ ഭയങ്കര കണ്ടിട്ട് ലൈക്ക് ആൾക്കാര് ഇപ്പൊ നമ്മള് ഇത് റിലീസ് ചെയ്തപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു കമ്പനി മാത്രമേ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയുള്ളൂ. പക്ഷെ ഇപ്പൊ ആ ഒരു കമ്പനി തന്നെ ലൈക്ക് വിത്തിൻ എത്ര 3 years ആ ഒരു സ്പാൻ പീരീഡ് ഓഫ് ടൈമില് ബേസിക്കലി ഇത്രയും ഇപ്പം നമ്മള് റീസെന്റ് ആയിട്ട് കണ്ട വീഡിയോ ജനറേഷൻ പോലും അല്ലെങ്കിൽ ഒരു മൂവി വരെ എടുക്കാവുന്ന രീതിയിൽ വരെ ആയെങ്കിൽ
വെരി ഡൗൺ ഒരു 6, 7, 10 years down the line എനിക്ക് തോന്നി റീസണിങ്ങും അറ്റ്ലീസ്റ്റ് ബെറ്റർ ആവും. നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു പ്ലാറ്റോ ആയിട്ടുണ്ടെന്ന്, അതൊരു ഡീസെൻസിറ്റൈസ്ഡ് ആയെന്നുള്ളതുണ്ടോ ന്യൂസ് ആണെന്നുള്ളത്? ഇപ്പം ഒരു ലിമിറ്റ് എനിക്ക് തോന്നുന്നത് ഡേറ്റയിൽ വരാറുണ്ട്. കറക്റ്റ്. ബിക്കോസ് നമ്മൾ ഇന്റർനെറ്റ് മൊത്തം ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പൊ ഉള്ള ബുക്സ് എല്ലാം ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ തോന്നും. ഓക്കെ ഓക്കെ. നമുക്ക് സ്റ്റിൽ ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, എന്നാലും ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് നീഡ്സ് ഡേറ്റ ആസ് എ പ്രീറെക്വിസിറ്റ്, റൈറ്റ്? സോ ഇറ്റ് ഈസ് as good as the data is and the label as well. അല്ലേ? അപ്പം ആ ഡേറ്റ മേ ബി ഒരു ബോട്ടിലേക്ക് ആവാം. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ഈ കമ്പനികളെല്ലാം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നൗ ലൈക് ദ ബിഗ്ഗസ്റ്റ് അക്വിസിഷൻസ്, റൈറ്റ്? ലൈക്ക് ഫോർ എക്സാമ്പിൾ സെയിൽസ് ഫോഴ്സ് ആദ്യമേ സ്ലാക്ക് അക്വയർ ചെയ്തു. സോ ഐ എം തിങ്കിങ് ലൈക്ക് ഈ അക്വിസിഷൻ എന്താണ് ലൈക്ക് സ്ലാക്ക് ഇസ് വേർ എവറി എന്റർപ്രൈസ്, എല്ലാ എന്റർപ്രൈസിന്റെയും കമ്മ്യൂണിക്കേഷൻ ടൂൾ സ്ലാക്ക് ആണ്. സ്ലാക്കിനകത്ത് റിയൽ ടൈം ഡേറ്റ വന്നുകൊണ്ടേയിരിക്കും. കമ്മ്യൂണിക്കേഷൻ, ദ വേ പീപ്പിൾ സ്പീക്ക്. എനിക്ക് തോന്നുന്നു സെയിൽസ് ഫോഴ്സ് ആ ഒരു അക്വിസിഷൻ നേരത്തെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം ബിഗസ്റ്റ് AI ഓർ സ്മാർട്ടസ്റ്റ് AI കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിലും ഈ ഡേറ്റ വേണം ഈ AI കമ്പനീസിന്. OpenAI ഹാസ് ടു ബി ദ ലാർജസ്റ്റ് AI അല്ലെങ്കിൽ ആക്ടർ ഓഫ് AI ആണെങ്കിൽ OpenAI should finally rely on Salesforce or these kind of companies to get that much of data. Even Facebook is not fearing because Facebook has that much user data. Like ഒരു മൾട്ടി മോഡൽ ഉണ്ടാക്കണമെങ്കിൽ അത്രയും ഫോട്ടോസ് വേണം, അത്രയും കോൺവെർസേഷൻ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ലൈവായിട്ട് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം വേണം. So I think these companies in the guna which Google still does. Google ആണ് അപ്പം ബെസ്റ്റ് പൊസിഷൻ ശരി സെർച്ചിന്റെ രീതിയിൽ. പക്ഷെ ഫോട്ടോസ് ശരിയാണ്, ശരി. അല്ല പക്ഷെ ഈ ലൈഫ് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യുന്ന സാധനമില്ലേ, ഇൻസ്റ്റഗ്രാം അങ്ങനത്തെ കുറച്ച് കാര്യം. ഇപ്പം ഗൂഗിൾ ഫോട്ടോസ് നമ്മൾ പോസ്റ്റ് ചെയ്യാത്തത് പോസ്റ്റ് എടാ. പക്ഷെ എന്റെ ഒരു തോട്ട് എന്ന് വെച്ചാൽ ഗൂഗിൾ ഫോട്ടോസിനും ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ഒരു സ്ഥലത്ത് ഗൂഗിൾ ഫോട്ടോസിന് ഗൂഗിൾ ആസ് എ കമ്പനിക്ക് ഒരു ഇച്ചിരൂടെ ബ്ലോക്കർ ആയിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഗൂഗിൾ ഒരിക്കലും ആ സോഷ്യൽ ആസ്പെക്ടിൽ വരാൻ പറ്റിയിട്ടില്ല ആസ് എ കമ്പനി. അവിടെ ഓൾവേസ് ഫെയിലിയർ. അപ്പം ദ പ്രോബ്ലം ഇസ് അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് ഒരു സോഷ്യൽ ആസ്പെക്റ്റില്. ഓരോ പേഴ്സണൽ ലൈഫില് ഒരാളുടെ എന്തൊക്കെ നടക്കുന്നത് ഒരു ചെയിൻ തോട്ട്സ്. ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഫോട്ടോയ്ക്ക് അവന്റെ ലൈഫിൽ ആരൊക്കെ കമന്റ് ചെയ്തു, ആരൊക്കെ ലൈക്ക് ചെയ്തു, ആ ബേസിസിൽ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് വാല്യുബിൾ അല്ലേ? എന്ന് വെച്ചാൽ നിന്റെ ഒരു ഫോട്ടോ ഇട്ടു, എടാ ഗൂഗിളിൽ ഓൾറെഡി നിന്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ട്. മേ ബി അങ്ങനെ അല്ല, അത് എനിക്ക് മനസ്സിലായി. അത് ചേഞ്ച് ചെയ്ത് അവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് ഐ തിങ്ക് ഫേസ്ബുക്ക് ലൈക്ക് കമ്പനീസ് ഇറ്റ് ഈസ് മോർ ഈസിയർ അവൈലബിൾ. ആ ഡേറ്റ, ആ ചെയിൻ ഓഫ് തോട്ട്സ് അല്ലെങ്കിൽ ആ ചെയിൻ ഓഫ് ഡേറ്റ. ഇപ്പം അരുൺ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അരുൺ ഇത്രയും ചെയ്ത കാര്യങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ അവർക്ക് ലിങ്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ ബിക്കോസ് അവരുടെ ഗ്രാഫ് ഓൾറെഡി അവർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു ഒരു ടൈം ലൈൻ പോലെ, വിച്ച് ഗൂഗിൾ മൈറ്റ് നീഡ് ടു പുട്ട് എൻ എക്സ്ട്രാ എഫേർട്ട് ടു ഗെറ്റ്. ഫേസ്ബുക്കിന് സ്റ്റിൽ എ ലോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് മിസ്സിംഗ് ആണ്. ഗൂഗിളിന് ആ കോണ്ടെക്സ്റ്റും ഉണ്ട്, അവർക്ക് ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് എഫേർട്ട് ഈ സാധനങ്ങളെല്ലാം ഡിറൈവ് ചെയ്യാം. മനസ്സിലായോ? ലൈക്ക് അവർക്ക് ഓൾറെഡി ഇപ്പൊ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നെങ്കിൽ അവർക്ക് ബേസിക്കലി കോഡ് ലോക്സ് ലാക്സ് നീ ആരെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ഈ മാപ്പ് അഡ്വർടൈസിംഗ് ബേസിക്കലി അതിലെല്ലാം വർക്ക് ചെയ്യുന്നത് ഓൾറെഡി ഷുഡ് ഹാവ് ദിസ്. ഞാൻ എപ്പോഴും എന്തോ നീ സെർച്ച് ചെയ്യുന്നത് വെച്ചിട്ടാണ് നിന്റെ ഏറ്റവും കൂടുതൽ ബിഹേവിയർ നമുക്ക് അറിയാൻ പറ്റുന്നത്. ബിക്കോസ് ഇൻസ്റ്റാഗ്രാമിൽ നീ മോസ്റ്റ്ലി ഫേക്ക് ലൈഫ് ആയിരിക്കും കാണിക്കുന്നത്. പെർഫെക്റ്റ് ലൈഫ്. പെർഫെക്റ്റ് ലൈഫ്. അപ്പൊ നിന്റെ പ്രശ്നങ്ങൾ ആക്ച്വലി ഏറ്റവും കൂടുതൽ അറിയുന്നത് ഗൂഗിളിലായിരിക്കും. ഓക്കെ, നീ ചിലപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നീ അത് ഗൂഗിളായിരിക്കും സെർച്ച് ചെയ്യുന്നത്. മനസ്സിലായോ? സോ അത് ഇൻസ്റ്റാഗ്രാമിൽ ഒരിക്കലും ആക്സസ് കാണത്തില്ല. സോ എന്റെ ഒരു രീതിയിൽ ഗൂഗിളാണ് ഏറ്റവും അഡ്വാൻറ്റേജസ് പൊസിഷനിൽ നിൽക്കുന്നത്. ബിക്കോസ് വാട്സാപ്പിൽ നമ്മള് ലൈക്ക് നോ, എന്റെ തോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർക്ക് അത്രയും ലൈഫ്, അവർക്ക് അത്ര ഇതുണ്ടായിരുന്നെങ്കിൽ the power, why do they always fail at the social aspect? Like if they are already a bigger company and they are a business or productന്റെ problem ആണ്, not about data. Google has all the data in the world. Like for example, നമുക്ക് അറിയത്തില്ല ലൈക്ക് ആൻഡ്രോയിഡിനകത്ത് ബേസിക്കലി അവർ എന്തൊക്കെ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ല. സോ
they could be capturing every traffic which goes out of an Android device. We never know. So that Or, ഗൂഗിളിന് അവരുടെ DNS servers ഉണ്ട്. ഇന്റർനെറ്റിൽ നിന്ന് അവർ എത്ര ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനീസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഗൂഗിളിൽ വർക്ക് ചെയ്ത ആളും പറഞ്ഞു. So there was a quote that was given by the chief AI from Google. So he was telling that before even he getting out, he was telling that there are some things which Google, if it release, we ourselves will start questioning whether humans are needed or not. എന്നുവെച്ചാൽ അവര് purposefully അവരുടെ റിലീസസ് ഒക്കെ ഹോൾഡ് ഓഫ് ചെയ്തും മൈൽഡ് ആക്കി വെച്ചേക്കാണ്. As the world improves, they will start it. Because അവര് റിലീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേൾഡിനെ അതൊരു ത്രെറ്റായി മാറുമെന്ന് അവർക്കൊരു ഡൗട്ട് ഉണ്ട്. സോ അതുകൊണ്ട് അത് as a scientist who develops this AI, for him being a human was അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അയ്യോ ഞാൻ ഉണ്ടാക്കിയ സാധനം എന്നെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുമോ എന്നുള്ള ട്രാൻസ്ഫോമേഴ്സ് ഗൂഗിളല്ലേ ഇത് ചെയ്തേ, പേപ്പേഴ്സ് റിലീസ് കൊറേയൊക്കെ ഗൂഗിളിന്റെ റിസർച്ചിലാണ് ട്രാൻസ്ഫോമേഴ്സും ഈ അതൊക്കെ. അതായത് പറഞ്ഞത് ലൈക്ക് ഇവര് പറയുന്നുണ്ട് ലൈക്ക് ദീസ് റിസർച്ചസ് ആർ നോട്ട് ഡൺ ടുഡേ. ഇപ്പൊ വന്ന റിസർച്ചസ് അല്ല, ഇതൊക്കെ പണ്ടേ 90s ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കോൺസെപ്റ്റ് ഒക്കെ ഇപ്പം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ എനിക്കൊന്ന് സിസ്റ്റംസ് ഒക്കെ ഇപ്പോഴാണ് ഒന്ന് അപ്ഗ്രേഡ് ആയി വന്നത്, വിച്ച് എനേബിൾസ് ദിസ് ടു ഈ ട്രെയിൻ ചെയ്യാനാണെങ്കിലും അങ്ങനെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ലൈക്ക് ദേ ക്രാക്ട് ഇറ്റ് നൗ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ദ കോൺസെപ്റ്റ്സ്. പക്ഷേ ഓക്കെ, അപ്പം എനിക്കൊന്ന് നമ്മുടെ ഒരു ഐഡിയ ഓഫ് LLMs എനിക്ക് നമ്മുടെ രീതിയിൽ ബേസിക്കലി അപ്പം ഒക്കെ പറഞ്ഞ പോലെ ലാർജ് ഡേറ്റയിൽ ട്രെയിൻ ചെയ്ത് അതിനൊരു നോളജ് ക്രിയേറ്റ് ചെയ്തു. ഈ എൻവിഡിയ ഇത്രയും ലൈക്ക് പ്രോഫിറ്റിലൂടെ ഇത്രയും ഹൈപ്പിലൂടെ എത്താനുള്ള ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GPU ആണ് ബേസിക്കലി ട്രെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ബിക്കോസ് യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് പാരലൽ കാൽക്കുലേഷൻസ് when compared to CPU. CPU-നകത്ത് അത്രയും പാരലലിസം ഇല്ല. സോ GPUs are actually ഈ ടാസ്കിന് വേണ്ടി അല്ല ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ ഇതിന് അവർ ബേസിക്കലി സെയിം പ്രോബ്ലം, ബേസിക്കലി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് പ്രൈമറി. അതിനും ഗൂഗിളിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അവർക്ക് ഹാർഡ്വെയർ ഉണ്ട്. അതുകൊണ്ട് ഗൂഗിളിന് ഡിപ്പെൻഡൻസി അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ഇത്ര പേടിയാണ്. ബിക്കോസ് ദേ ആർ നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ തേർഡ് പാർട്ടി ഫോർ. സോ അവർക്ക് ഫെയിലിയേഴ്സ് വന്നെങ്കിൽ പോലും ലൈക്ക് അവർക്ക് അത് അത്ര വലിയൊരു പേടിയായിട്ട് തോന്നുന്നില്ല. ബിക്കോസ് they know at the end of the day they can sustain as a single entity for the entire this thing. So I think എനിക്കൊന്നും ഗൂഗിൾ ടെസ്റ്റ് ചെയ്ത് ഓപ്പണേ വന്നപ്പോ എന്താണ് റിയാക്ഷൻ, എന്താണ് റെഗുലേഷൻസിന്റെ റിയാക്ഷൻ, അവർ ഈ ഡേറ്റ എവിടെ നിന്ന് വന്നെന്ന് ചോദിക്കുന്നുണ്ടോ, ട്രെയിൻ ചെയ്തെന്ന് ചോദിക്കുന്നുണ്ടോ, ഇതെല്ലാം ടെസ്റ്റ് ചെയ്തു. അവര് ബേസിക്കലി അവരുടെ മോഡൽ റിലീസ് ചെയ്ത് അത്ര നല്ലൊന്നുമല്ല. പക്ഷെ അപ്പൊ അവർക്ക് നിങ്ങൾ ഇത്ര ഡേറ്റ ഒന്നും ഉപയോഗിക്കുന്നില്ല. എനിക്കൊന്ന് അവരൊരു സൈലന്റ്, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അവരൊരു ഇച്ചിരി സൈലന്റ് ആയിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. ബിക്കോസ് and they are just showing in terms of publicന്റെ മുമ്പിൽ അവർ ജസ്റ്റ് ഷോ ചെയ്യുന്നു, ഞങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായി. ഒരു ഓപ്പണിംഗ് ആയി ഒരു മറ്റേ ഒരു ലീഗൽ കേസിനകത്ത് പോകുന്നു. ഗൂഗിൾ ഒരു ലീഗൽ കേസിനകത്ത് പോകുന്നത് completely different. Like opening a very new company, startup. Exactly. പക്ഷെ അതൊരു ഫിയറും കൂടെയാണ്. ലൈക്ക് അല്ലേ, ഒരു കമ്പനി മാത്രം ഇങ്ങനെ ഓപ്പണേക്കും കുറെ എനിക്ക് അതുകൊണ്ട് മാത്രം ഓപ്പണേ ഇപ്പം ഹാർഡ്വെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഹാർഡ്വെയർ കുറെ ഫിസിക്കൽ പ്രൊഡക്ട്സും അവര് കറക്റ്റ്. സോ അതും പിന്നെ അടുത്ത അവരുടെ ത്രെറ്റും ഡേറ്റയാണ്. അപ്പൊ അതുകൊണ്ട് മാത്രമായിട്ട് അവർ ChatGPT, അതും നല്ലൊരു ഐഡിയ ആയിരുന്നു. ChatGPT-യിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റേസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ChatGPT ഒരു സെർച്ച് എക്സ്റ്റൻഷൻ ആയിട്ട് മാറ്റി. സോ ഡയറക്ട്ലി എക്സാക്ട്ലി. അപ്പൊ സെർച്ചിനകത്ത് എനിക്ക് തോന്നുന്നു ലൈവ് ആയിട്ടുള്ള ഫീഡ്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഡേറ്റ എന്നുള്ള ആസ്പെക്ട് മാറി കിട്ടും. നിങ്ങളുടെ വർക്കിൽ അപ്പൊ എന്തായിരിക്കും, ലൈക്ക് വർക്കിൽ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ? ഡെവലപ്പർ ബേസിക്കലി ഐഡിയയിലാണ് ബേസിക്കലി ചേഞ്ച്. ഐഡിയയിൽ ചേഞ്ച് ഉണ്ട്. കോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് കേഴ്സറും അതൊരു ടൂൾസ് യൂസ് ചെയ്യണം. പിന്നെ ഒരു ഡിസൈൻ ഫേസിലും ഒത്തിരി ഹെൽപ്പ് ചെയ്യും LLM AI. സ്റ്റഡി ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക അസിസ്റ്റ് ചെയ്യാനായിട്ട്. സ്റ്റഡി ചെയ്യുമ്പോൾ ഞാൻ നോട്ട്ബുക്കെല്ലാം ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഒരു കോൺസെപ്റ്റ് പഠിക്കുക, അപ്പൊ നമുക്ക് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ കാണും. നമ്മളത് നോട്ട്ബുക്ക് എല്ലാം ആഡ് ചെയ്യും.
ആഡ് ചെയ്ത് നമുക്ക് ആ സ്പെസിഫിക് സെറ്റ് ഓഫ് മെറ്റീരിയൽസിനകത്തുനിന്ന് പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നോട്ട്ബുക്ക് എല്ലാം ലിങ്ക്സ് ആണ് ആഡ് ചെയ്യുന്നത്. ലിങ്ക് ആഡ് ചെയ്യാം, നമുക്ക് ബ്ലോഗ് ആഡ് ചെയ്യാം, യൂട്യൂബ് വീഡിയോസ് ആഡ് ചെയ്യാം. ഇതെല്ലാം ചെയ്യും. പിന്നെ എന്താ ആ സോഴ്സിനകത്ത് വേണ്ടി ഒരു പോഡ്കാസ്റ്റ് ജനറേറ്റ് ചെയ്യാം. നമ്മൾ അത്രയും ഡോക്യുമെന്റ്സ് കൊടുത്ത് ഇപ്പൊ പോഡ്കാസ്റ്റ് ജനറേറ്റ് ചെയ്യാം. സോ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ര ഭയങ്കര ഹെവി ആയിട്ട് യൂസ് ചെയ്തില്ല. പക്ഷെ ജസ്റ്റ് ട്രൈ ചെയ്യണം. കേഴ്സർ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതൊരു റെവല്യൂഷനാണ്. ലൈക്ക് വെരി പ്രൊഡക്ടിവിറ്റി നല്ലപോലെ ബൂസ്റ്റ് ചെയ്യാത്. ക്ലോഡ് ഇനിഷ്യലി ഞാൻ ക്ലോഡ് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തേ. അപ്പൊ എന്താ പറയുക, ഈ മീനിൽ ടാസ്ക് ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് സോൾവ് ചെയ്യും ക്ലോഡ്. നമ്മള് മാപ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഐട്രേറ്റ് ചെയ്ത് അതൊക്കെ ഭയങ്കര സൂപ്പറാണ്. അപ്പം യൂട്യൂബ് ഫംഗ്ഷൻസ് ഒന്നും ഇപ്പൊ ഞാൻ എഴുതില്ല. അവർ ഇത് ചെയ്യും, ജനറേറ്റ് ചെയ്യും, കോപ്പി പേസ്റ്റ് ചെയ്യും. ഇപ്പൊ കഴ്സർ വരുമ്പോൾ ആ വിൻഡോ സ്വിച്ചിങ്ങും വരില്ല, എല്ലാം അവിടുത്തെ രീതി ചെയ്യാം. അങ്ങനെ ഇത് രണ്ടാണ് മെയിൻ ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ സോ ബേസിക്കലി കുറെ കാര്യങ്ങൾ അത് ബേസിക്കലി ഉള്ള എല്ലാ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. സോ ഞാൻ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ലൈക്ക് സോ എൻ്റെ ഒരു തോട്ട് പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എനിക്ക് സത്യമുള്ള പേടി വന്നു. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ AI എന്ന് പറയുന്ന സാധനം ലൈക്ക് ആദ്യമേ ടെസ്റ്റ് ചെയ്തപ്പം ശരിയാണ്, ചെറുതായിട്ട് മാത്രമേ കോഡൊക്കെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും down the line it started proving every day that it is getting better. Every piece of code that it writes, it's improving and it's becoming better. It became like a little bit ഒരു ക്വസ്റ്റ്യൻ പോലെ ആയി. ബിക്കോസ് നമ്മള് എവിടോ നമ്മള് എനിക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഞാൻ ശരിക്കും ആവശ്യമുണ്ടോ, ഇതിനൊക്കെ സാധ്യതയുണ്ടോ, ലൈക്ക് എങ്ങനെയായിരിക്കും കമ്പനീസ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒത്തിരി ഉണ്ട്. ബിക്കോസ് നമ്മള് സാധാരണ ഞങ്ങള് ഈ ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 years കഴിഞ്ഞപ്പോൾ യൂട്യൂബ് നിറച്ച് ഹേ ബ്രോ ലേൺ DSA 10 questions and enter into Google, 50 questions. But now the question is, do we really have to do that? Because ആ DSA ഇത്ര കഷ്ടപ്പെട്ടൊക്കെ ഗൂഗിളിനകത്ത് കയറുമോ, അതിന് ആ പൊസിഷൻ ഉണ്ടോ എന്ന് തന്നെയൊക്കെ സംശയമായിട്ട് വന്നു. അപ്പൊ ഞാൻ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമേ ChatGPT എടുത്തു. ChatGPTയിൽ നമ്മൾ എഴുതാൻ തുടങ്ങി. ഈ ഡിപ്പെൻഡൻസ് ദ പ്രോബ്ലം വാസ് ChatGPT നമ്മുടെ കോഡ് എഡിറ്ററുമായിട്ട് ക്ലബ്ഡ് അല്ല. അപ്പം എനിക്ക് അപ്പൊ എന്തോ പ്രശ്നം വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കോഡ് തിങ്ക് ചെയ്യണം, അപ്പൊ എഴുതിയിട്ട് പിന്നെ അത് ChatGPTയോട് ഒരു പ്രോംപ്റ്റ് കൊടുക്കണം, ആ പ്രോംപ്റ്റ് പിന്നെ ഒന്ന് മോഡിഫൈ ചെയ്യണം, പിന്നെ ChatGPT ഒരു കോഡ് തരും, പിന്നെ അത് കോപ്പി. സോ ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് പറഞ്ഞ ആ കാര്യം ഭയങ്കര കൂടുതലായിരുന്നു. അവിടെ വന്നപ്പോഴാണ് ക്ലോഡ് വന്നത്. ക്ലോഡില് സോ ChatGPT പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്യുന്ന കോഡ് അത്ര പെർഫെക്റ്റ് അല്ല. ഒരു ജനറിക് വേയിലാണ് ആ സാധനം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് മാത്രം തന്നെ അത് കോഡ് നമ്മൾ യൂസ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ ഇറ്റ്സ് കുറവാണ്. അപ്പൊ ക്ലോഡ് വന്നു. ക്ലോഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദ ക്വാളിറ്റി ഓഫ് കോഡ് ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ആയി. എന്ന് വെച്ചാൽ നമ്മൾ ആ സെയിം പ്രോംപ്റ്റ് എടുത്ത് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ദ ഔട്ട്പുട്ട് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സാധനം വർക്കിംഗ് ആണ്. ദാറ്റ് വാസ് ലൈക്ക് ഐ ഓപ്പണർ. അപ്പൊ എനിക്ക് മനസ്സിലായി ക്ലോഡ് എന്ന് പറയുന്ന സാധനം വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ടൂൾ വിച്ച് കോഡിങ്ങിന്റെ സജഷൻസിനും, കാരണം ഞാൻ അപ്പം കോപൈലറ്റ് ഒന്ന് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ വരുന്നതേ ഉള്ളൂ, കഴ്സർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ക്ലോഡ് റിലീസ് ചെയ്തപ്പോഴാണ് നമുക്ക് എനിക്ക് ഫസ്റ്റ് കോഡിങ്ങിന്റെ ചില കാര്യങ്ങൾ ഇങ്ങോട്ട് മാറ്റിയാൽ കൊള്ളാമെന്നുള്ള ഒരു തോന്നൽ വന്നു. അത് കഴിഞ്ഞിട്ട് കഴ്സർ വന്നു. കഴ്സർ യൂസ് ചെയ്ത് തുടങ്ങിയപ്പം I was really blown. The reason is because the moment കോപൈലറ്റ് അതിന് മുമ്പ് നമ്മുടെ ഓർഗനൈസേഷൻ തന്നിട്ടുണ്ടെങ്കിൽ പോലും കോപൈലറ്റിന് അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിയില്ല. പക്ഷെ കമ്മിങ് ടു കഴ്സർ നമുക്ക് മോഡൽ ചൂസ് ചെയ്യാൻ പറ്റില്ലേ? കോപൈലറ്റിന്റെ മോഡൽ ആദ്യം ചൂസ് ചെയ്തില്ല, ഇപ്പോഴാണ് അത് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം കഴ്സർ വന്നപ്പോ അവര് കോപൈലറ്റിന് ഒരു അടിയായിപ്പോയി. ബിക്കോസ് കഴ്സറിന്റെ ഗ്രോത്ത് ഭയങ്കര അഡോപ്ഷൻ, അതും കമ്പനീസ് തന്നെ പഠിക്കുന്നത്, സിംഗിൾ ഡെവലപ്പർ അഡോപ്ഷൻ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയാണ്. വിച്ച് കുഡന്റ് ഒരു കമ്പനി എന്ന് പറയുന്നത് നമുക്ക് നല്ല സൂപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആ കഴ്സർ വന്നപ്പോ ഏറ്റവും സ്റ്റണ്ണിങ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ടാബ് ആയിരുന്നു. ടാബ് കംപ്ലീഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി എന്റെ ടാബ് അടിപൊളിയായിരുന്നു. എക്സാക്ട്ലി അത് തന്നെ. ആൻഡ് കോഡ് കോപൈലറ്റ് ജനറേറ്റ് ചെയ്തതും കഴ്സർ ജനറേറ്റ് ചെയ്തതും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ലൈക്ക് റിയലി ഗുഡ് കോഡ്.
എനിക്ക് ഞാൻ കണ്ടത് വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോഡ് ബേസ് അല്ല കർസർ ബേസിക്കലി ആദ്യമൊക്കെ GPT-4 ആയിരുന്നു അവരുടെ 4 ആയിരുന്നു അവരുടെ മെയിൻ ഗോ ടു മോഡൽ. ലേറ്റർ ഓൺ ഇവരുടെ ഡിഫോൾട്ട് മോഡൽ ക്ലോഡ് AI ആണ് അവരുടെ ഡിഫോൾട്ട് മോഡൽസ്. ആൻഡ് ബാക്കി എല്ലാം അവരുടെ സബ് മോഡൽസ് ആണ്. ആൻഡ് ഓട്ടോ എന്ന് പറഞ്ഞ മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ they will choose. yes they will choose based on what you're asking. And ഞാൻ പക്ഷെ ഓട്ടോ കൊണ്ട് ഒരിക്കലും യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും ലോഡ് യൂസ് ചെയ്യണം. ഓക്കെ ഓക്കെ ചില ക്വസ്റ്റ്യൻസ് അവർക്ക് അറിയാം. ചില ക്വസ്റ്റ്യൻ കാരണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ GPT-4 ഫ്രീ ആണ് ഫോർ എവർ. ഓക്കെ GPT-4 മോഡൽ ഫ്രീ ആണ്. അപ്പൊ അത് അതിനൊന്നും പ്രൈസിങ് അവർ ചാർജ് ചെയ്തിട്ടില്ല. ഇത് ചാർജ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ ക്ലോഡിനാണ്. അപ്പൊ അതിനാണ് ആ ക്രെഡിറ്റ്സ് എക്സോസ്റ്റ് ചെയ്യാൻ ആ ക്രെഡിറ്റ്സ് ഉള്ളത്. അപ്പം സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്വിച്ച് ചെയ്യുന്നത് GPT-4 ഇനിയിപ്പോ ബേസിക് ക്വസ്റ്റ്യൻ അതിന് ക്ലോഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അവർക്ക് അറിയാം. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മിക്കവാറും അവർ GPT-4 ചൂസ് ചെയ്യണം. എനിക്കും അറിയത്തില്ല. ഞാൻ സർപ്രൈസിംഗ് നീ കോഡ് ജനറേഷൻ GPT-4 ആണ് യൂസ് ചെയ്യുന്നത്, അതോ ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസറിനാണോ? അല്ല, ചില സ്മോൾ കോഡ് സ്നിപ്പറ്റ് അവർ GPT-4 യൂസ് ചെയ്യുന്നത്. അതാണ് പേഴ്സണൽ വണ്ടർ. സെക്കൻഡ് വണ്ടർ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ സ്വിച്ചിങ് ഓഫ് മോഡൽസ് ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നീ ഒന്നും അറിയത്തില്ല. എന്ന് വെച്ചാൽ ക്ലോഡിന്റെ അപ്പം നീ ബേസിക്കലി നീ ക്രെഡിറ്റ്സ് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇറ്റ്സ് സർപ്രൈസിങ് നോ ലൈക്ക് ക്ലോഡേ യൂസ് ചെയ്തിട്ടില്ല എന്നിട്ട് നമുക്ക് കറക്റ്റ് കോഡ് വന്നിട്ടുണ്ട് വർക്കിംഗ് ആണ് സാധനം. ദാറ്റ്സ് ദ എഫിഷ്യൻസി ഇറ്റ് പ്രൊവൈഡ്സ്. അപ്പോൾ അതൊരു യൂസർ പെർസ്പെക്റ്റീവ് നമ്മുടെ പ്രോജക്റ്റിന്റെ മൊത്തം കോണ്ടെക്സ്റ്റ് ഇൻഡെക്സ് ചെയ്യാലോ. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്. എന്ന് വെച്ചാൽ കർസർ വന്നപ്പം അവരുടെ ഇൻഡെക്സിംഗ് ഓഫ് ദ ഒരു മീഡിയം സൈസ് കോഡ് ബേസ് ആണെങ്കിൽ പോലും കുഴപ്പമില്ലാതെ അവർ നല്ലതായിട്ട് ഇൻഡെക്സ് ചെയ്യുന്നുണ്ട്. അവർക്ക് കോണ്ടെക്സ്റ്റ് നമ്മുടെ കോണ്ടെക്സ്റ്റ് മൊത്തം പറഞ്ഞു കൊടുക്കണം എന്നിട്ട് ജനറേറ്റ് അത് കറക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ക്ലോഡ് അവരുടെ ഇന്റഗ്രേഷൻ മാറ്റി. ക്ലോഡ് അത് ബേസിക്കലി പ്രോജക്ട്സ് കൊണ്ടുവന്നു വേറെ യു ക്യാൻ കണക്ട് യുവർ ഗിറ്റ്ഹബ്. സോ ഗിറ്റ്ഹബുമായിട്ട് ഡയറക്ട്ലി സിങ്ക് ചെയ്തപ്പോ ഇപ്പൊ ക്ലോഡ് കർസർ പോലെ, പക്ഷെ എന്നാലും കർസറിന്റെ യൂസർ എക്സ്പീരിയൻസ് ഡെവലപ്പർ അവർക്ക് അവരത് കറക്റ്റ് ആയിട്ട് എനിക്ക് പ്ലാൻ ചെയ്ത് പ്ലേസ് ചെയ്തു. ബിക്കോസ് ഈ പ്രോബ്ലം സോൾവ് ചെയ്ത ആൾക്കാർ ML എഞ്ചിനീയേഴ്സും ഡെവലപ്പേഴ്സും ആണ്. ഈ അവരുടെ ടീം ആ 4 people ആ ഫൗണ്ടേഴ്സ് they are actually AI engineers as well as developers. So they exactly knew what is the developer problem. അവർ അത് മാത്രമേ അവര് സോൾവ് ചെയ്യാൻ നോക്കിയുള്ളൂ ഏറ്റവും വൃത്തിക്ക്. അപ്പം അത് ചില കേസിൽ ഹാലുസിനേഷൻ എന്താ വെച്ചാൽ നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മളങ്ങ് ഒരു ഇതങ്ങ് സോൾവ് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇട്ടു ഒരു പ്രോംപ്റ്റ് കൊടുത്തെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആ ഫയലിന്റെ ഫൈൻ കറക്റ്റ് ആയിട്ട് അത് കുറെ ഗ്രപ്പ് ചെയ്ത് അവര് മാച്ച് ചെയ്യാൻ നോക്കിയിട്ട് അത് കിട്ടിയില്ലെങ്കിൽ അവർ പിന്നെയും അവിടെ തന്നെ ലൂപ്പ് ചെയ്ത് നീ അപ്പൊ നീ കുറെ ചാറ്റ് ചെയ്തെന്ന് വെച്ചു. സോ ദർ ഇസ് എ കോണ്ടാക്ട്, ദർ ഇസ് എ ലോട്ട് ഓഫ് ചാറ്റ് ഹിസ്റ്ററി ദാറ്റ് യു ഹാവ്. അടുത്ത പ്രോംപ്റ്റില് ആ ഹിസ്റ്ററി ഒരു ബൾക്ക് ഹിസ്റ്ററി ഉണ്ടായിരിക്കും. സോ അത് പിന്നെ അത് മനസ്സിലാകത്തില്ല ഈ ഫയലിൽ തന്നെയാണോ സെർച്ച് ചെയ്യുന്നത്. അത് പിന്നെയും പോയി എല്ലാ ഫയലിലും സെർച്ച് ചെയ്തിട്ട് അതിന് ലൂപ്പിംഗ് കേസ് വന്നു. ബട്ട് ദിസ് ഇസ് ഓൾ എക്സ്ട്രീം എഡ്ജ് കേസ് ആണ്. അങ്ങനെ നമ്മൾ വളരെ സ്ലൈറ്റ്ലി എൻകൗണ്ടർ ചെയ്യും. ഞാൻ ഫേസ് ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡ് ജനറേറ്റ് ചെയ്തു, അതിൽ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ വേണം. അപ്പൊ അത് പറഞ്ഞു കൊടുക്കും, പക്ഷെ നമുക്ക് വേണ്ടിയതല്ല. ഒരു 2-3 ട്രൈസ് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അതിന് നീ അപ്പൊ നീ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ? മറ്റേ എനിക്കറിയാം ആ ലോജിക്ക് എവിടെയാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ നീ ആ ബ്ലോക്ക് മുതൽ താഴത്തെ ബ്ലോക്ക് വരെ മാത്രം കോണ്ടെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് എനിക്ക് പറയാം this place this is the logic I feel like to do. What is your suggestion? അപ്പം അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് that developer has told me to do this. അപ്പം അതൊരു അങ്ങനെ പോകുന്നതായിരിക്കും ബെറ്റർ rather than ഇപ്പൊ നീ ഒരു ഫയല് കൊടുക്കുമെന്നതിനെക്കാളും ബെറ്റർ ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കുന്നത്. അവിടെ എനിക്ക് അത് ട്രൈ ചെയ്ത് ഈ കേസ് ഞാൻ മാനുവലി ചെയ്തിട്ടുണ്ട്. ഞാൻ അത്ര ഫെമിലിയർ അല്ലേ, ഞാൻ ചെയ്തു തരുന്നേ ഉള്ളൂ. ബട്ട് ഓവറോൾ ആ ഒരു അത് എനിക്ക് നല്ലതാണ്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ലൈക് ബേസിക്കലി ഇത് നമ്മൾ എങ്ങനെ പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ കർസർ ഇന്റഗ്രേറ്റ് ചെയ്തു ഇച്ചിരി. പിന്നെ അങ്ങോട്ട് ലൈക്ക് ഈ AI ടൂൾസിൽ ഇപ്പം കർസർ ആണ് മേജർലി ഞാൻ എന്റെ വർക്ക് സിസ്റ്റത്തില് മേജർലി യൂസ് ചെയ്യുന്നത്. കർസർ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ പ്രോജക്ട്സും. സോ ഡിസൈൻ വൈസ് വാസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ
design on UI. UI, yes. When it comes to UI, basically the problem was ഒരു മോഡലും പെർഫെക്റ്റ് അല്ല. നിന്നോട് പെർഫെക്റ്റ് ആണോ എല്ലാം ഇപ്പോഴും പെർഫെക്റ്റ് അല്ല. എന്നുവെച്ചാൽ മോഡൽസ് വൈസ് നീ ChatGPT-യോടോ അല്ലെങ്കിൽ ക്ലോഡിനോടോ ഒരു ഡിസൈൻ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് സാറ്റിസ്ഫാക്ടറി. ലൈക്ക് നീ ഒരു 2-3 പ്രോംപ്റ്റ് കൊടുത്താൽ പോലും അത്രയും സാറ്റിസ്ഫാക്ടറി അല്ല. മേ ബി ആ പ്രോംപ്റ്റ് അത്ര പ്രോപ്പർ ഇല്ലായിരിക്കും. ബട്ട് സംവെയർ ഐ ഫെൽറ്റ് ലവബിൾ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഇറങ്ങിയിരുന്നു. Lovable has somewhere cracked it using GPT itself. അപ്പം എനിക്ക് മനസ്സിലായി GPT ഞാൻ ചെയ്യുന്ന പ്രോംപ്റ്റും അവര് സിസ്റ്റം ഉണ്ടാക്കിയേക്കുന്ന രീതിയും ഇച്ചിരി ഡിഫറെന്റ് ആയിരിക്കും. സിസ്റ്റം പ്രോംപ്റ്റ്സ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ്. സിസ്റ്റം പ്രോംപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് ആ ക്ലോഡിനാണെങ്കിൽ ആ ക്ലോഡ് ഏജന്റ് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് നമ്മള് പറഞ്ഞു കൊടുക്കണം. അതാണ് സിസ്റ്റം പ്രോംപ്റ്റ്. അതിൽ ഒരു 50 pages, like large number of pages ആണ്. Depending on the context or എന്തോ നമ്മൾ അതിന് ചെയ്യാൻ എയിം ചെയ്തെന്ന് വെച്ചിട്ട് അത് മാറും സിസ്റ്റം പ്രോംപ്റ്റ്സ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ ഇടയ്ക്ക് എനിക്കൊന്ന് Y Combinatorന്റെ എന്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അല്ല, അതിനകത്ത് സിസ്റ്റം പ്രോംപ്റ്റിനെ പറഞ്ഞു കസ്റ്റമർ സക്സസ് ഏജന്റ്. അപ്പൊ അതിന്റെ ഒരു സിസ്റ്റം പ്രോംപ്റ്റ് ഉണ്ട്. ആ സിസ്റ്റം പ്രോംപ്റ്റ് ആണ് ബേസിക്കലി ദ ഫൗണ്ടേഷൻ. Then they tune that system prompt for each customer. ഒരു ഇപ്പം ഒരു ടെലികോം കമ്പനിക്ക് വേണ്ട കസ്റ്റമർ സർവീസ് ഏജന്റ് ആയിരിക്കത്തില്ല ഒരു ഫുഡ് ഡെലിവറി കമ്പനി. സോ അങ്ങനെയാണ് അതാണ് സിസ്റ്റം പ്രോംപ്റ്റ് ബേസിക്. എന്താണ് ആ ഇന്ററാക്ഷൻ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ചാറ്റ് ജിപിടിക്ക് ഇപ്പം അവരുടെ സിസ്റ്റം പ്രോംപ്റ്റ് കാണും. ആ സിസ്റ്റം പ്രോംപ്റ്റ് ജനറിക്, അതുകൊണ്ട് അത് കോഡ് ജനറേറ്റ് ചെയ്യാൻ അത്ര എഫിഷ്യന്റ് അല്ല. ബിക്കോസ് അങ്ങനെ അല്ല അതിന് കൊടുത്തിരിക്കുന്ന ക്ലോഡ്. പക്ഷെ ലൈക്ക് കംപ്ലീറ്റ്ലി പ്രോഗ്രാം സിസ്റ്റം പ്രോംപ്റ്റ്. എനിക്കൊന്ന് സിസ്റ്റം പ്രോംപ്റ്റിന് എന്തോ റെപ്പോസിറ്ററി എന്തോ ഈ ഇടയ്ക്ക്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലവബിൾ ഹാഡ് സംവെയർ ക്രാക്ക്ഡ്. എനിക്ക് തോന്നുന്നു ദ ബെസ്റ്റ് പാർട്ട് വാസ് ലൈക്ക് ഒരു നമ്മൾ പറഞ്ഞില്ലേ ഒരു പ്രോഡക്റ്റ് അവര് GPT-4 എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു റെപ്പോസിറ്ററി ഉണ്ട് ഓപ്പൺ സോഴ്സ്. അപ്പം അവിടെ തുടങ്ങിയ ഒരു സമയമാണ്. അതൊരു ഓപ്പൺ സോഴ്സ് റെപ്പോസിറ്ററി ആണ്. അവർ അതിന്റെ കോർ ഒരു ഇച്ചിരി ഭാഗങ്ങൾ അവര് ഓപ്പൺ സോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്പൺ സോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്കാർ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി UI ഒക്കെ ഇത് നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. These people what they did is like to make it more easy and for the business sales people അല്ലെങ്കിൽ ക്രിയേറ്റീവ് പീപ്പിളിന് പെട്ടെന്ന് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ അവർ അങ്ങനെ ഒരു UI കൊടുത്തിട്ട് for the first time it proved that you can make an end-to-end website or a UI front end, very good front end with couple of 5 prompts. 5 prompts കൊണ്ട് നമുക്ക് ഉണ്ടാകും. അവിടെയാണ് ഫസ്റ്റ് നമ്മുടെ ആസ് എ ഫ്രണ്ട് എൻഡ് എഞ്ചിനീയർ or ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ പിന്നെയും അടുത്ത ഐ ഓപ്പണർ വന്നു. അപ്പൊ ക്ലോഡ് ഓൾറെഡി അത് പ്രൂവ് ചെയ്തു ബാക്ക് എൻഡ് ആൻഡ് ദ ലോജിക് ഈസ് ഗോയിങ് ടു ബി ഇറ്റ്സ് ഈസി ടു ജനറേറ്റ്. And we were happy that bhagyan front end engineers in the jolly because its design is a very subjective thing. It's not defined very well. Appo ഓരോ ആൾക്കാർക്ക് ഒപ്പീനിയൻസും ഡിഫറെന്റ് ആണ്. അപ്പം അതുകൊണ്ട് മാത്രം ക്ലോഡും ബാക്കിയുള്ളതും ഒന്നും അത്രയും എഫിഷ്യന്റ് ആയിട്ട് അവർ ചെയ്യാറില്ലായിരുന്നു ഓൺ എ യൂസർ പെർസ്പെക്ടീവ്. പക്ഷെ ലവബിൾ ആസ് എ സിസ്റ്റം ആസ് എ പ്രോഡക്റ്റ് സംവെയർ ഇറ്റ് ക്രാക്ഡ്. And it used the normal GPT that we are using. The GPT APIs itself is what their underlying thing. ഇപ്പൊ എനിക്കൊന്നും അവർ ക്ലോഡും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വന്നേ പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ലവബിൾ. അപ്പൊ ഫസ്റ്റ് ലവബിൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു അഡിക്ഷൻ, ഒരു ഡോപ്പമിൻ ഹിറ്റ് നമുക്ക് തരും. എന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 5 ക്രെഡിറ്റ് നമുക്ക് എന്ന് വെച്ചാൽ 5 prompts ഫ്രീ വേർഷനിൽ തരും. അപ്പൊ അവർക്ക് ഈ 5 prompts എന്ന് പറഞ്ഞാൽ എളുപ്പം തീരുമായിരിക്കും. നീ ഫസ്റ്റ് പ്രോംപ്റ്റിൽ തന്നെ നിന്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയാനുള്ള സ്പേസ് ഉണ്ട്. ആ വിശദമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ 1 promptil തന്നെ അവര് ഒരു ഓൾമോസ്റ്റ് ഒരു സാധനം തരും. സോ ദാറ്റ് ഈസ് ലൈക്ക് അപ്പൊ 5 ക്രെഡിറ്റില് എനിക്ക് ഇനി 4 ക്രെഡിറ്റും കൂടെ ഇനി ബാക്കിയാണ്. ദാറ്റ് മീൻസ് ഐ ക്യാൻ ഡു മൈ സ്മോൾ ട്വീക്സ് എഡിറ്റ്സ്. അപ്പം വിത്തിൻ 2 അപ്പൊ എന്റെ എന്നാലും പിന്നെ ബാക്കി 3 ക്രെഡിറ്റ്സ് ഉണ്ട്. ആ 3 ക്രെഡിറ്റ്സ് ഫ്രീ വേർഷന്റെ റിമൈനിങ് ആയ ഇതില് യു ആർ ഗെറ്റിംഗ് എ ഫുൾ വെബ്സൈറ്റ്. ഐ ഡിഡ്ന്റ് പേ. അപ്പൊ ആൾക്കാർക്ക് നോർമലി ഓർക്കും ഇനി പേ ചെയ്താ എന്തായിരിക്കും.
ഈ ഫ്രീ വേർഷനിൽ തന്നെ എനിക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്ത് ഇങ്ങനെ സർവീസ് കമ്പനീസ് ആയിരിക്കും Exactly. ഇങ്ങനത്തെ വെബ്സൈറ്റ്സ് Service ചെയ്തോടുന്നത്. companies, business people എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധികം ഡെവലപ്പേഴ്സിനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയ എനിക്കൊന്ന് എന്റെ വെബിൽ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Lovable is the place to go because there are so many projects and they made this in a way where in which when they launched you can share this to the community. So it had this virality factor also. Social factor. Yes. ആ ഒരു അതും കൂടെ ക്ലബ് ചെയ്തപ്പം ഇതൊന്ന് വേറെ ലെവലായിട്ട് അത് ബൂം ചെയ്തു. ലൈക്ക് ടുഡേ ഇഫ് യു സീ കർസർ എന്ന് പറഞ്ഞ ടൂൾ ഇസ് 500 million ARR. It's today as we record this episode it's like 500 million ARR, $500 million ARR for a company which is like just 2 years maximum ആയിട്ടുള്ളവരുടെ ഇത്രയും. എന്നിട്ട് it's founded by 4 young founders. ഇവിടെ ചില കമ്പനികൾ 7 yearsഉം 8 yearsഉം ആയത് ഇപ്പോഴും അൺലോക്ക് ചെയ്തിട്ടില്ല ഈ $100 million. സോ ആ ഒരു ഗ്രോത്ത് ആണ് ഞാൻ നോക്കുന്നത്. എന്ന് വെച്ചാൽ ലൈക്ക് ബേസിക്കലി AI വെച്ചുകൊണ്ട് ഇപ്പോൾ വരുന്ന എല്ലാ സ്റ്റാർട്ടപ്പിലും മേ ബി they will die off. ഒരു ട്രെൻഡ് അവിടെ ആയിരിക്കും. ആ സഡൻ ഗ്രോത്ത് ഷൂട്ട് ഓഫ് ഗ്രോത്ത് നമ്മൾ കാണും. ഷൂട്ടപ്പ് ചെയ്ത് വരുന്നുണ്ട്. ലവബിളും എന്തുവാ വിത്തിൻ 6-7-8 months ആണെന്ന് തോന്നുന്നു അവര് $100 million ARR അൺലോക്ക് ചെയ്തിരുന്നത്. $100 million ARR. ദാറ്റ്സ് ലൈക്ക് എല്ലാ ഫൗണ്ടേഴ്സും അതൊരു മൈൽ സ്റ്റോൺ ആണ്. അവരത് ഷോർട്ടസ്റ്റ് ടൈം പീരീഡിൽ അവരത് അറ്റൈൻ ചെയ്തു. അത്രയും വൈറലായിരുന്നു പ്രോഡക്റ്റ്. അപ്പം സോ ലവബിൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു വർക്ക് ഫ്ലോയിൽ ഞാൻ ലവബിളിന്റെ ഒരു ഡെയിലി പവർ യൂസർ പോലെയാണ്. എന്ന് വെച്ചാൽ കാരണം ഡിസൈൻ പെർസ്പെക്ടീവ് ഇപ്പൊ എന്റെ ഡിപ്പെൻഡൻസി ആസ് എ ഫ്രണ്ട് എൻഡ് എഞ്ചിനീയർ എന്തോന്ന് വെച്ചാൽ ഒരു ഡിസൈനറാണ്. ഡിസൈനർ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. അതിന് എല്ലാവർക്കും അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് അത് ഡിസൈൻ ചെയ്യണമെന്ന് പറ്റത്തില്ല. പക്ഷെ ആ ഡിസൈൻ തന്നു കഴിഞ്ഞാൽ അത് കോഡ് ചെയ്യും. സോ ലവബിൾ വിൽ ഗിവ് യു ദാറ്റ് ഹിന്റ്സ്. ബാക്കിയുള്ളവരുടെ ബിക്കോസ് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഡേറ്റ ഓഫ് ഹൗ ദ ഡിസൈൻസ് ഇറ്റ് ഹാസ് ഡെവലപ്ഡ്. ബാക്കിയുള്ളവരുടെ ഡിസൈൻസും ഡിസൈനിന്റെ ഇൻസ്പിറേഷൻസും അതിങ്ങനെ ഒന്ന് പിക്ചറിൽ കാണിക്കും. അപ്പൊ കാണിക്കുമ്പോൾ നമുക്കും ഒരു ഐഡിയ വരും. then we can build on it. So building on it is a little more easier. അപ്പം ഇപ്പൊ എല്ലാ സിസ്റ്റം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഫസ്റ്റ് ഞാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവബിൾ അങ്ങനത്തെ ഒക്കെ പ്ലാറ്റ്ഫോമിൽ പോയി ഒരു ഡിസൈൻ ഐഡിയ കിട്ടാൻ ഞാൻ ശ്രമിക്കും. യു ക്യാൻ എക്സ്പോർട്ട് ഇറ്റ് ടു ഫിഗ്മ and then start from there. So that is another tool which I use basically in my ഒരു ഡെയിലി വർക്ക് ഫ്ലോയിൽ വെച്ച് നോക്കുവാണെങ്കിൽ അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. കമ്പനിയിൽ എന്തെങ്കിലും പേ ചെയ്യുന്നുണ്ടോ? കമ്പനിയില് നമ്മള് ഈയിടയ്ക്ക് നമ്മള് കർസർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു ഫോർ ദ ഡെവലപ്പേഴ്സ്. കർസർ ബിക്കോസ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് നമ്മൾ കണ്ടോണ്ട് ഞാൻ പേഴ്സണലി കണ്ടോണ്ട് അപ്പം ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഞാൻ എൻ്റെ കമ്പനിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതല്ലാതെ നമ്മള് ഇമേജ് ജനറേഷൻ അസറ്റ് ജനറേഷൻസിന് വേണ്ടിയുള്ള ഒരു ചെറിയ അങ്ങനത്തെ ഇമേജ് ജെൻ AI വീഡിയോ ജെൻ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസിനും കൂടെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി അതെന്താന്ന് വെച്ചാൽ ബിക്കോസ് അതിനെല്ലാം ഓരോ കാര്യത്തിനും നമ്മൾ ഓരോ ആളുടെ ഡിപ്പെൻഡൻസി ഉണ്ട്. ആ ഡിപ്പെൻഡൻസി നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്യാം. അപ്പൊ ഇത് പറയുമ്പോൾ എനിക്കിപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ എനിക്കൊന്ന് എല്ലാ ഓഡിയൻസിനും ചോദിക്കുക, ഓഡിയൻസിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, വാട്ട് ഈസ് our opinion on whether developers or people would get replaced? അതെന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ആ സ്റ്റേജ് ആയിട്ടില്ല ഇപ്പം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ബട്ട് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി. സോ ഒരു ബിഗിനർ ലെവൽ ഒരു 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു ഇപ്പം കാണുന്നതാണ്. 12th കഴിഞ്ഞു, ജസ്റ്റ് എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എഞ്ചിനീയറിംഗ് പ്രോസസ്സിലായിരിക്കും. അവരിത് ഇപ്പം നമ്മളെ പോലെ ചിലപ്പോൾ കുറെ കമ്പനീസിലൊന്നും വർക്ക് ചെയ്തിട്ടില്ലല്ലോ. അവർക്ക് അവരുടെ ഒരു പേടിയായിരിക്കും, അവരിനി ജൂനിയർ എഞ്ചിനീയേഴ്സിനെ റീപ്ലേസ് ചെയ്യുമോ, ഫ്രഷേഴ്സിനെ റീപ്ലേസ് ചെയ്യുമോ, അതോ ഞാൻ ഇനി ഈ പ്രോസസ് ഒക്കെ പഠിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ, ഇതൊക്കെ ഈ കോഡിങ് ഇനി പഠിക്കണോ, ലൈക്ക് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഞാനാണെങ്കിൽ ഓർക്കുക, ഞാനിപ്പോ കോളേജിലായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഒരു ഡൗട്ടാണ്. അപ്പൊ നമ്മൾ അത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ ഒരു എന്റെ ഒരു രീതിയില് ബേസിക്കലി എന്തോ ചെയ്യാന്ന് വെച്ചാൽ നമ്മള് എന്തുമാണ് നടക്കുന്നതിന് അവെയർ ആയിരിക്കും. ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ പുതിയ ടൂൾസ് വന്നു, അപ്പൊ ആ ടൂൾസിൽ നമ്മൾ പ്രൊഫഷണൽ ആയിരിക്കണം. ഓക്കെ, ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. ഓക്കെ, ആൻഡ് ഇതൊരു സൈക്കിളാണ്. ലൈക്ക് ഇങ്ങനെ ഓരോ അഡ്വാൻസ്മെന്റ്സ് വരുന്നതും ചില ജോബ്സ് റീപ്ലേസ് ആവുന്നതും അതൊരു സൈക്കിളാണ്. ഫോർ എക്സാമ്പിൾ പ്രോഗ്രാമിംഗ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരുന്നതിന് മുമ്പ് അസംബ്ലി അതിന് മറ്റേ പഞ്ച് കാർഡ്സ് വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം ചെയ്യുന്നത്.
അപ്പം ദിസ് ഇസ് ഒരു കേർവ് ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രാഫിലെ ഒരു ലൈനാണ്. അപ്പൊ അതിനകത്ത് പുതിയ ജോബ്സ് ക്രിയേറ്റ് ആവും, അല്ലെങ്കിൽ പുതിയ ടൈപ്പ് ഓഫ് അവന്യൂസ് ക്രിയേറ്റ് ആവും, അല്ലെങ്കിൽ ചിലപ്പം ഒരു യൂണിവേഴ്സൽ ഇൻകത്തിലോട്ടൊക്കെ ഉള്ള ഒരു അങ്ങോട്ട് ആ ഒരു പാത്തായിരിക്കും. We never know. So the only thing that we can do is familiarize ourselves with the അല്ല ഓക്കെ ടൂൾസ് ഫെമിലിയർ ആയി, പക്ഷേ കോഡ് ചെയ്യാൻ പഠിക്കണോ ഓർ വാട്ട് ഇറ്റ് ഇസ് ജനറേറ്റിംഗ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ആ ഒരു സെൻസിൽ എനിക്ക് തോന്നുന്നു ഈ ടൂൾസ് എല്ലാം ആ പെർട്ടിക്കുലർ ലേണിംഗ് ആക്സലറേറ്റ് ചെയ്യും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ ഫണ്ടമെന്റലി ഇപ്പോഴും ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്സ് കാർഡും ഒരു കമ്പ്യൂട്ടറും ഇലക്ട്രിസിറ്റിയും ഈ സാധനങ്ങളെല്ലാം ഡിപ്പെൻഡൻസി. അപ്പൊ ഇറ്റ് വിൽ നെവർ ഹേർട്ട് ടു ലേൺ അബൌട്ട് ദീസ് തിങ്സ്. ലോവർ ലെവൽ പഠിക്കണം അല്ല, നമ്മൾ എന്തിനാ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്? ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു write like the abstraction is much easier to interact with it to increase the velocity. Yes right, time to value കുറയ്ക്കാൻ വേണ്ടി ബേസിക്കലി ഈ സാധനങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ AI എന്ന് പറയുന്നത് ഒരു ടൈം ടു വാല്യൂ കുറയ്ക്കാൻ വേണ്ടി ഒരു ലെയർ ആണ്. ബേസിക്കലി വാല്യൂ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ആസ് it doesn't matter how you do it എന്ന് വെച്ചാൽ ബേസിക്കലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആർ യു പ്രൊവൈഡിങ് വാല്യൂ, ആർ യു ജനറേറ്റിംഗ് ഇമ്പാക്ട്, ആർ യു ജനറേറ്റിംഗ് ഔട്ട്കം? മനസ്സിലായോ? അതാണ് പ്രൈമറി തിങ്സ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ പെർട്ടിക്കുലർ ടെക്നോളജി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, നമുക്ക് എങ്ങനെ അതിനകത്തുനിന്ന് ഒരു വാല്യൂ ഉണ്ടാക്കാം, ലൈക്ക് വാട്ട് വിൽ എ കമ്പനി ലുക്ക് ഫോർ എന്ന് ഉള്ളത് എപ്പോഴും സെയിം ആണ്. ബേസിക്കലി ക്രിയേറ്റിംഗ് വാല്യൂ. അപ്പം ആ വാല്യൂ ചെയ്യുന്നത് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ മെത്തേഡ്സ് മാറിക്കൊണ്ടിരിക്കും. മേ ബി നമ്മളൊരു പ്രോഗ്രാം കോഡ് ചെയ്തായിരിക്കും വാല്യൂ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രോംപ്റ്റ്സ് എഴുതിയായിരിക്കും വാല്യൂ ഉണ്ടാക്കുന്നത്. ദാറ്റ് ഡിപ്പെൻസ്. പക്ഷെ ആ വാല്യൂ ചെയ്യുന്നത് നമ്മൾ ഉണ്ടാവണം, അതാണ് പറയുന്നത്. അപ്പം ഇറ്റ് വിൽ നെവർ ഹേർട്ട് ടു ലേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ് യെറ്റ്. ബിക്കോസ് സ്റ്റിൽ നമ്മൾ എഴുതുന്നത് ലാംഗ്വേജിലാണ്, പക്ഷെ അത് മെജോറിറ്റി ഓഫ് തിങ് AI ആണ് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഡസന്റ് മീൻ ദാറ്റ് യു ഷുഡ് നെവർ ലേൺ ടു കോഡ്. ബിക്കോസ് ഇപ്പൊ നമ്മൾ കുറെ എക്സ്പീരിയൻസ് കാണുന്ന ലൈക് നോൺ ടെക്നിക്കൽ ആൾക്കാർ അവർ കോഡ് ചെയ്യും, അവർക്ക് പ്രൊഡക്റ്റും ഉണ്ടാവും. ബിക്കോസ് ആ മെയിൻ്റെനൻസ് കിക്സ് ഇൻ സം പ്രോബ്ലംസ് അറൈസ്. അപ്പൊ അതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. സെയിം ഇപ്പൊ കാർ ഓടിക്കാനായിട്ട് നമുക്ക് എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയണം. ബിക്കോസ് വൺസ് ദ കാർ ബ്രേക്സ് ഡൗൺ നമുക്ക് അറിയണം എനിക്കിത് എങ്ങനെ ഫിക്സ് ചെയ്യണം. അതിനൊരാളുടെ ഒന്നെങ്കിൽ നമുക്ക് തന്നെ അറിയണം, അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ ഹെൽപ്പ് എടുക്കണം. എനിക്ക് തോന്നുന്നു പക്ഷെ ആ ഒരു നോഷൻ ക്രിയേറ്റ് ചെയ്തപ്പോഴേ എല്ലാരും ഈ ഒരു കാര്യം കണ്ടപ്പോ എനിക്ക് തോന്നുന്നത് അത് ലൈക്ക് നോർമൽ ഹ്യൂമൻ ലൈക്ക് especially the juniors and all of them, they got that fear of existence. കോഡിങ്ങിന് പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇതൊക്കെ AI വെച്ച് ചെയ്യാമല്ലോ, എന്നിട്ട് നമ്മളിത് പഠിക്കുന്നത് എന്തിനാണ്? എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ലൈക്ക് ഈ ഹയറിങ്ങും ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ഓർക്കുന്നത് വെച്ചാൽ ലുക്ക് AI ആസ് എ ഹെൽപ്പർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വരുവാണെങ്കിൽ ആണല്ലോ AI ആസ് എൻ അസിസ്റ്റന്റ്. ഓക്കെ, സോ ആ ഒരു മോഡിലോട്ട് പോവുകയാണെങ്കിൽ പോലും നമ്മൾ ഈവൻ ഇഫ് ദ AI ക്രിയേറ്റ്സ് ദ കോഡ്, what I feel is like you still need to know what's happening there, because AI it becomes a danger if you give everything to AI. അതൊരു ത്രെറ്റിന്റെ കാട്ടിലും ഡേഞ്ചർ ആണ്. ബിക്കോസ് നമുക്കറിയത്തില്ല AI എന്തുവാണ് എന്ന് വെച്ചാൽ. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഈയിടയ്ക്ക് ഒരു ട്വിറ്ററിനകത്ത് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. സോ someone started building with cursor. So what happens in cursor basically ഒരു സ്റ്റെപ്പും കൂടെ ഈസിയർ ആക്കും, where which it applies the changes to your code. ആ ഫ്രീഡം അവർ അപ്ലൈ ചെയ്ത് വെക്കുന്നതിന് മുമ്പേ ഒരു ബട്ടൺ അവിടെ ചോദിക്കും, ഡു യു വാണ്ട് ടു റിയലി അപ്ലൈ ഓൾ ദ ചേഞ്ചസ്? റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് അക്സെപ്റ്റ് ഫയലിൽ ഞെക്കി കഴിഞ്ഞാൽ അത് എല്ലാം ചേഞ്ചസും അക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഹി ജസ്റ്റ് വെന്റ് ഇൻ accept all. At the end of the day, product was ready. He was very happy.
പുള്ളിക്കാരൻ കോഡ് അങ്ങ് പുഷ് ചെയ്തു, ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഫണ്ടമെന്റലി ഈ ഒരു സിസ്റ്റം, ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്ന ഒരു സിസ്റ്റം, ഇറ്റ് വാസ് കണക്റ്റഡ് വിത്ത് ആൻ ഓപ്പൺ API കീ, ഓപ്പൺ API സർവീസ്, API യൂസ് ഓപ്പൺ AIയുടെ സർവീസിലോട്ട് കണക്റ്റഡ് ആണ്. ഓപ്പൺ AIയുടെ സർവീസിനകത്ത് ബേസിക്കലി ക്രെഡിറ്റ് ബേസ്ഡിലാണ് പ്രൈസിങ് പോകുന്നത്. എത്ര ടോക്കൺസ് യൂസ് ചെയ്യുന്നോ ആ ഒരു മോഡലാണ് അത് വർക്ക് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഇട്ടു, ആൾക്കാർ പീപ്പിൾ സ്റ്റാർട്ടഡ് യൂസിങ് ഹിസ് പ്രോഡക്റ്റ്. ദ പ്രോബ്ലം ഇസ് ഈ പുള്ളിയുടെ ക്യാഷ് ഇങ്ങനെ ഡിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടപ്പോ എന്തുവാ, ഒരു ഈ കോഡ് ചേഞ്ച് ചെയ്തതിന്റെ ഈ കീ നമ്മൾ ഈ വിളിക്കുന്ന API ലോജിക്ക് ഒരു ലൂപ്പിൽ കിടക്കുക. അപ്പൊ നീ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ തന്നെ ഈ API ഇങ്ങനെ മൾട്ടിപ്പിൾസ് കോൾ ചെയ്തുകൊണ്ട് പോകും. So the problem that time he freaked him out because he basically in the pricing model credit card വെച്ച് ലിങ്ക് ചെയ്തേക്കുക, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഇസ് ദ സ്കേറി പാർട്ട്. സോ അതിനകത്ത് പുള്ളി എന്നിട്ട് പബ്ലിക്കിൽ വന്നിട്ട് പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട് ടു ഫിക്സ് മൈ കർസർ കോഡ്. ഓപ്പൺ പേ ആസ് യു ഗോ ആണോ? ഓപ്പൺ AI അല്ല, പുള്ളി ഏതോ ഒരു സർവീസ് ആണ് യൂസ് ചെയ്തത്. അവിടെ ഓപ്പൺ AIയുടെ മോഡൽ വെച്ചാണ് കണക്ട് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ സർവീസ് എനിക്ക് തോന്നുന്നു എല്ലാ മോഡൽസിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായി, ആ ഒരു ബോക്സിലാണ്. അപ്പൊ ആ സർവീസിന്റെ പേയ്മെന്റ് മോഡലാണ് എനിക്ക് തോന്നുന്നു പ്രശ്നം പറ്റിയത്. പ്രശ്നം അവർക്കല്ല, പുള്ളി എഴുതിയ അപ്പൊ ഞാൻ ആ എക്സാമ്പിൾ കോട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ദ മൊമെന്റ് യു ഗിവ് എവറിഥിങ് ടു AI, it need not be the most smartest thing like to do, because അതിനകത്ത് കുറെ കാര്യങ്ങളും നമുക്ക് ഇവർ ചെയ്തത് വെരിഫൈ ചെയ്യാനുള്ള ഒരു നമ്മൾ അതിന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. ഇനി വെരിഫൈ ചെയ്യണമെങ്കിൽ പോലും ആ സാധനം നമുക്ക് അറിയണം. ഇവിടെ പുള്ളി ഹെൽപ്ലെസ് ആവുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ഹി ഡിഡ്ന്റ് നോ. നൗ ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഹി ഡസന്റ് നോ. ഹി ഡസന്റ് നോ എന്ന് പറയുമ്പോൾ ഇനി പുള്ളിക്ക് അതിനകത്ത് കയറണമെങ്കിൽ പുള്ളി കോഡ് അറിയണം. സോ ദ ആൻസർ വാട്ട് ഐ വാസ് ടെല്ലിംഗ് ഈസ് ലൈക്ക് ബേസിക്കലി ഏതൊക്കെ ജൂനിയേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിലും, ബഡിങ് എഞ്ചിനീയേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിലും, സ്റ്റിൽ ഒരു നെക്സ്റ്റ് 10 yearsലും നമ്മൾ കോഡ് നമ്മുടെ ഒരു ആസ് എ ഡെവലപ്പർ ഇറ്റ്സ് ലൈക്ക് അല്ല ടൈം ഫ്രെയിം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വെച്ചാൽ എന്തൊക്കെ ആയാൽ പോലും ലൈക്ക് കോഡ് ആസ് എ ഡെവലപ്പേഴ്സിന്റെ ഒരു ടൂള് കോഡിംഗ് ആണ്. ഇപ്പൊ എല്ലാവർക്കും ഒരു ടൂൾ ഉണ്ട്, അവരുടെ വർക്ക് ഫോഴ്സിൽ ഒരു ടൂൾ ഉണ്ടായിരിക്കും. നമ്മൾ അത് എത്രത്തോളം ഷാർപ്പൺ ചെയ്തോ നമുക്ക് വാല്യൂ എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് ചിലപ്പോൾ നമ്മൾ കോഡ് എഴുതണ്ടായിരിക്കും, പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റേജ് ആസ് എ ഡെവലപ്പർ എവറി വൺ ഗെറ്റ്സ് ഇൻവോൾവ് ടു റിവ്യൂ ദ കോഡ് വാട്ട് ദ AI generates. First thing, to design the system, that is another thing. To architect, to fix the bugs, still we need people. ഇപ്പൊ ആ സ്റ്റേറ്റ് വരെ എത്തി. നാളെ ഇനി ചിലപ്പോൾ ഫിക്സിങ് ബഗ്സും നമ്മള് അപ്പൊ നമ്മൾ പിന്നെയും ഷാർപ്പൺ ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മള് സിസ്റ്റം മാത്രമുണ്ട്. ഇനി ഏറ്റവും കഴിയുമ്പോൾ സിസ്റ്റം ഡിസൈനും അവർ ചെയ്യും. നമ്മൾ വെരിഫിക്കേഷൻ ഓഫ് നമ്മുടെ ഒരു കമ്പനിയുടെ എൻവയോൺമെന്റും കോസ്റ്റും അനുസരിച്ച് ഈ സിസ്റ്റം കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ യെസ് ഓർ നോ പറഞ്ഞാൽ മതി. പക്ഷെ ഇതിലെല്ലാം നമുക്ക് കോഡിംഗ് ഇല്ലാതെ നമുക്ക് ആ ഒരു നോളജ് നമുക്ക് ഡയറക്ട്ലി ഹയർ ലെവലിൽ പോകുമ്പോൾ കോഡ് അറിയേണ്ട ആവശ്യമില്ല എന്നാണല്ലോ. അല്ല, പക്ഷെ നമ്മൾ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് സിസ്റ്റം ഡിസൈൻ ബേസിക്കലി നമ്മൾ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമ്മൾ അതിന്റെ ഫണ്ടമെന്റൽസ് അറിയണം. ഏത് ലാംഗ്വേജ് ആയിരിക്കും ഇതിന് ബെറ്റർ എന്ന് നമ്മൾ ഒരു ഓപ്ഷൻ വേണം. പിന്നെ ഓരോ കമ്പനി സെറ്റപ്പ് ചെയ്തേക്കുന്ന കോസ്റ്റ് കൺസ്ട്രെയിൻസ് അതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല AI അറിയുന്നുണ്ടോ. ഇവൻച്വലി ഒരു ഞാനിപ്പോൾ ഷോർട്ട് ടൈം ഫ്രെയിംസിൽ ചിന്തിക്കുന്നത് മേ ബി ഒരു ഇൻ 5 years ഇപ്പൊ എനിക്കൊരു പ്രൊഡക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ മേ ബി ഐ ജസ്റ്റ് ടു ടെൽ ദം AI ടു ദിസ് ഈസ് മൈ പ്രൊഡക്റ്റ് ഐഡിയ and these are my kind of users. Maybe that's the most I have to tell. At the kind I don't have to worry about anything. Like it will take care of putting it out in the cloud or whatever. I'll get an API or I'll get a product as a result, as an artifact. Correct. Maybe like or maybe the നമ്മൾ ഉപയോഗിക്കുന്ന യൂസർ ഇന്റർഫേസ് തന്നെ മാറി ചേർക്കും. അത് മാറാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ തന്നെ മറ്റേ ക്ലൂയി എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. സോ ക്ലൂയി എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് ബേസിക്കലി ആ ഒരു വൈറൽ സാധനം ഉണ്ടായിരുന്നു. A person who made how to cheat in interviews. Okay, so basically അതൊരു വലിയ വൈറൽ പോസ്റ്റ് ആയിരുന്നു. So he developed another startup which is called as a product called as Cluey.
അപ്പൊ ഗ്ലൂവി എന്താ ചെയ്യുന്നത്, ചീറ്റ് ഓൺ എവറിത്തിങ്. എന്ന് വെച്ചാൽ നീ ഇപ്പൊ ഡേറ്റ്സിന് പോകണമെങ്കിലും ബേസിക്കലി അത് ചീറ്റ് ചെയ്യാനുള്ള ഒരു ചീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംസാരിക്കണം, ഈ ആൾ ആരാണ്, അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റ്, എങ്ങനെ നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അതെല്ലാം തരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷെ അതിന്റെ ഇന്റർഫേസ് ടോട്ടലി മാറി. ഹിയർ ദ മേജർ ഇൻവെൻഷൻ വാസ് ഹൗ ടു ഡിസൈൻ ആൻ ഇന്റർഫേസ് ഫോർ ദ അപ്കമിങ് AI റെവല്യൂഷൻ ദാറ്റ്സ് ഗോയിങ് ഓൺ. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഒരു സാധനം വരുന്നുണ്ട്. But I still feel like people, we have like a little more time for time ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബട്ട് ഇവൻച്വലി നമ്മള് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇച്ചൂടെ കഴിയുമ്പോൾ എയുടെ ഈ ഒരു ഗ്രോത്ത് വെച്ച് നോക്കുവാണെങ്കിൽ AI വുഡ് ബി മച്ച് സ്മാർട്ടർ. അതിപ്പോ കമ്പനീസിനെ ഡിപ്പെൻഡും ചെയ്യും. ഇനി ഒരു ലൈക്ക് ന്യൂ സ്കിൽസ് എന്തെങ്കിലും നീ അഡ്വൈസ് ചെയ്യുന്നുണ്ടോ? ലൈക്ക് ഫാമിംഗ് നല്ലതായിട്ടുണ്ട്, നല്ലതാണ്. എനിക്ക് ആർട്ടിന്റെ പെർസ്പെക്റ്റീവിലാണെങ്കിലും കുറെ ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. എയുടെ ആർട്ട് ഫോർമേഷൻസ് ഇസ് നോട്ട് ദാറ്റ് പെർഫെക്റ്റ്. ലൈക്ക് ഇപ്പൊ വീഡിയോ കേസിൽ വരുവാണെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ കൂടെ നമ്മള് ടെസ്റ്റ് ചെയ്യായിരുന്നു നമ്മുടെ കുറെ കാര്യങ്ങളിൽ. കോപ്പി സീക്വൻസിങ് പെർഫെക്റ്റ് ആകാൻ ചാൻസസ് കുറവാണ്. അപ്പം അങ്ങനെ കുറെ മേഖലയിൽ നമുക്ക് ഇപ്പോഴും ചാൻസസ് ഉണ്ട് ആ ഇവല്യൂഷൻ വരുന്നത്. പിന്നെ ലൈക്ക് എനിക്ക് വേറൊരു കാര്യം കണ്ടുപിടിക്കാൻ ലൈക്ക് ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ AI വന്നേ പിന്നെ there's a lot of layoffs that is happening, like lot of layoffs. അത് എനിക്ക് തോന്നുന്നു ലൈക്ക് ഈ കേൾക്കുന്ന ആൾക്കാർക്ക് അതൊരു പേടിയായിരിക്കും. ലൈക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ കമ്പനിയിൽ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് അത് കൂടുതലും ബിസിനസ് മണി ആസ്പെക്ടില്. ബിക്കോസ് AI വന്നതോടുകൂടി ക്യാഷ് ഫ്ലോ മേ ബി ക്യാഷ് ഫ്ലോയ്ക്ക് ഡിഫറൻസ് വന്നതാണ്. ചില കമ്പനി, എല്ലാ കമ്പനീസും ചില കമ്പനീസ് ഹയർ ചെയ്യുന്നത് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ കാണിക്കാൻ വേണ്ടിയാണ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്, റൈറ്റ്? സോ അപ്പൊ അവര് കൂടുതൽ ഓവർ ഹയർ ചെയ്ത് കാണില്ല. ഇപ്പൊ ഒരു സമയത്ത് ഭയങ്കര ബുള്ളിഷ് ആണല്ലേ എല്ലാ കമ്പനീസ് ഹയർ ചെയ്യാതെ. അപ്പം മേ ബി ഒരു മാർക്കറ്റ് കറക്ഷനും ഉണ്ട്. മേ ബി ഇത് എക്സ്ക്യൂസ് ആയിട്ട് എടുത്തിട്ട് അവര് കുറച്ചൊന്ന് ചെയ്യുന്നതിനുണ്ട്. പിന്നെ ചില കമ്പനീസ് ലൈക്ക് അത് അവർക്കൊന്ന് റീഫ്രഷ് ചെയ്യണം, ലൈക്ക് വർക്ക് ഫോഴ്സിനെ ഒന്ന് റീഫ്രഷ് ചെയ്യണം. അതുകൊണ്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മറ്റേ മൈക്രോസോഫ്റ്റിലെ ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ഒക്കെ ഫൗണ്ടറിനെ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ലേ ഓഫ് ചെയ്തു. അപ്പം ഫൗണ്ടറാണ് ഒരു കോർ ടീം മെമ്പർ എനിക്ക് തോന്നുന്നു. അപ്പം മേ ബി അവർക്ക് ലൈക്ക് പുതിയ യുവർ മൈൻഡ്സിനെ വേണമായിരിക്കും. ഐ ഡോണ്ട് നോ. അതുകൊണ്ട് എനിക്ക് AI മാത്രം കൊണ്ടാണ് നടന്നിട്ടുണ്ടോ? ഞങ്ങളുടെ സോ ബേസിക്കലി എന്റെ കമ്പനിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പീപ്പിൾ, ലൈക്ക് ഒരു ടീമിനകത്ത് ഇപ്പം പണ്ട് ഒരു 8 എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ 9 എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്ന ടീമില് ഇപ്പൊ അത് കുറഞ്ഞ 4 പേരായി. എക്സിസ്റ്റിംഗ് പൂളിനെ എക്സിസ്റ്റിംഗ് പൂളാണ് നമ്മൾ കളഞ്ഞേക്കുന്നത്, ഫയർ ചെയ്തു. മനസ്സിലായി? അതിന് സോഫ്റ്റ് ലേ ഓഫ് എന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി പറഞ്ഞു ലൈക്ക് നിങ്ങൾക്ക് സ്കില്ലില്ല നിങ്ങൾ, അപ്പം അതിനെ ഒരു POP മറ്റേ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റിലോട്ട് ഇടും. ഡെഫിനറ്റ്ലി അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈക്ക് ഇറ്റ്സ് വെരി ബാഡ് ടു വർക്ക്. സോ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ടോ? നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് കുറെയൊക്കെ ആൾക്കാര് കുറെയൊക്കെ സാധനം ദ ലെയർ ഓഫ് ലൈക്ക് ഡൗൺ ലെയറിൽ കുറെ കാര്യങ്ങൾ അവർ ഓട്ടോമേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റിംഗ് ടീംസിലാണെങ്കിലും കുറേ പേരുണ്ടായിരുന്ന മാർക്കറ്റിംഗ് ടീംസിനെ അവർ കുറച്ചിട്ടുണ്ട്. BDR SDR ടീംസിനകത്ത് കുറേ പേര് അവർ ഹയർ ചെയ്തു. അതിന്റെ ഓട്ടോമേഷൻ വന്ന പിന്നെ അവർ കുറെ പേര് ഡൗൺ സൈസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനത്തെ എഫക്ട്സ് വന്നിട്ടുണ്ട്. കോഡേഴ്സ് ആസ് എ എഞ്ചിനീയറിംഗ് ടീമിൽ അത് ഭയങ്കര കുറവാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ സ്റ്റിൽ ദർ ഇസ് പീപ്പിൾ നീഡഡ് ഫോർ reviewing and making the systems. So അത് കാരണം പക്ഷെ the people who have not ready to improve or ready to scale up or upskill, അവർക്ക് ഡെഫിനറ്റ്ലി ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ കമ്പനിയിലും ചെയ്തേക്കുന്നത്. സോ ബേസിക്കലി എൻ്റെ പ്രീവിയസ് കമ്പനിയിൽ ലൈക്ക് ആ കറക്ഷൻ വരുത്തി. എന്ന് വെച്ചാൽ ഒരാൾ വന്നു, അവരുടെ ഗ്രോത്ത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പോയേക്കുന്ന ഇതുവരെയെങ്കിൽ അവരെ ആണ് നമ്മൾ ലേ ഓഫ് ചെയ്തേക്കുന്നത്. അവരുടെ എക്സിസ്റ്റൻസ് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ എന്റെ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ AI വരുവാണെങ്കിൽ AIനെ ത്രെറ്റ് ആയിട്ട് കാണാതെ AIയുടെ കൂടെ എങ്ങനെ നമ്മുടെ ലൈഫിനെ അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കുക. അത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു പടിയും കൂടെ മുമ്പിലോട്ട് പോകുന്ന രീതിയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഈ ലേ ഓഫ് നിന്ന് നമുക്ക് ഊരാം. പിന്നെ കേബി പറഞ്ഞ പോലെ ഇപ്പം വലിയ വലിയ കമ്പനീസ് ലേ ഓഫ് ചെയ്യുന്നതിന്റെ റീസൺസ് ഇതൊന്നും അല്ലായിരിക്കും. മനസ്സിലായി, അവരുടെ ആ കറക്ഷനും അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മറ്റേ ഗൂഗിള് ലേ ഓഫ് ചെയ്തിട്ട് തൊട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഗൂഗിളിന്റെ പിന്നെ ഒരു പോസ്റ്റ് വരുന്നുണ്ട്, വി ആർ ഹയറിംഗ്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് പ്രൂവ്സ് ദാറ്റ് they are doing for them it is a different game altogether, but for small budding startups it makes sense to correct their team or fix their engineering process or team. ചിലപ്പോൾ അത്രയും ടീം ഇപ്പം it has proven that a person with one man can build a product and sell it. അത് പ്രൂവ് ചെയ്തു. ഇപ്പൊ നമ്മളിപ്പോ കാണുന്ന എല്ലാ പ്രോഡക്ട്സും ലവബിൾ ആണെങ്കിലും കർസർ ആണെങ്കിലും ഇവരുടെ ടീം ഭയങ്കര ചെറുതാണ്. കർസറിന്റെ ഒക്കെ ടീമിൽ ഈ $500 million ARR ഉണ്ടാക്കുന്ന കമ്പനിക്ക് ആകെപ്പാട് 100 പേരെ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് പണ്ടത്തെ $500 million കമ്പനി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ബേസിക്കലി ഒരു ലോങ് നമ്പർ ഓഫ് പീപ്പിൾ, ഒരു ബിഗ് എംപ്ലോയി ഫോഴ്സ് തന്നെ ഉണ്ടാവും. അത് നമുക്കിപ്പം ഇല്ല എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്തായാലും കാണുമല്ലോ. ലൈക്ക് കമ്പനീസ് ഏത് രീതിയിലാണ് ഹയറിംഗ്, നിങ്ങളുടെ ഹയറിംഗ് പ്രോസസ് എന്തെങ്കിലും മാറ്റും? ഞാൻ ഹയറിംഗിനകത്ത് ഇപ്പം ഇൻവോൾവ് അല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ബേസിക്കലി ഞങ്ങളുടെ ഹയറിംഗ് പ്രോസസ് ഒക്കെ വെച്ച് മാറ്റി. സോ നമ്മളിപ്പം പണ്ട് കുറെ അൽഗോറിതം ഡേറ്റ സ്ട്രക്ചേഴ്സ് ചോദിച്ചിട്ടൊരു ഫിൽട്ടർ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനേക്കാളും മാറിയിട്ട് നമ്മൾ ബേസിക്കലി ഒരു കോഡ് ടുഗെദർ, ബട്ട് യു കെൻ യൂസ് AI, you can use the ChatGPT thing, but it's more about ഈ ChatGPT ചേരുന്ന സാധനം അവർ പെർഫെക്ഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ പെർഫെക്റ്റ് ആക്കാൻ നോക്കുന്നുണ്ട്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവർ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ നോക്കുന്ന വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടൂളിന്റെ കമ്പാറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട്, ഈ ടൂൾ അവർക്ക് യൂസ് ചെയ്യാൻ അറിയുന്നുണ്ട്. ആ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ആ ഔട്ട്പുട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് അതുമായിട്ട് അതിനെ ഇംപ്രൂവ് ചെയ്ത് അതിനെ ഒരു പെർഫെക്ഷനിലോട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ഹയറിംഗ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. സോ ടെക്നിക്കലി നമ്മുടെ ആ ഒരു ചേഞ്ചസ് നമ്മുടെ വർക്ക് ഫ്ലോയിലും ഇതുമുണ്ട്. പിന്നെ എനിത്തിങ് ദാറ്റ് യു ഹാവ് പെയ്ഡ് ഫോർ എനി ടൂൾസ് യെറ്റ്? ക്ലോഡ് രണ്ടും. ക്ലോഡ് കഴ്സർ, പ്രൈമർലി ക്ലോഡ് കഴ്സർ. ഇടയ്ക്ക് ChatGPT ഇടയ്ക്ക് വേണം തോന്നുമ്പോൾ പിന്നെ ഇടയ്ക്ക് പ്രാവശ്യം പെർപ്ലക്സിറ്റി ഓക്കെ, മനസ്സിലായി. മറ്റത് ഞാൻ എന്റെ ഞാനാണെങ്കിൽ ChatGPT പേ ചെയ്യുന്നുണ്ട്, പെയ്ഡ് സബ്സ്ക്രൈബറാണ്. ChatGPT യൂസ് ചെയ്യുന്നത് ബേസിക്കലി ഫോർ റിസർച്ച് ഓറിയന്റഡ് പ്രോഗ്രാം, റിസർച്ചിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത്. ഒരു സാധനം ടോപ്പിക്ക് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യണമെങ്കിൽ അത് വന്നിട്ട് ഫോൾഡറായിട്ട് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് കാര്യം കൊണ്ടുവന്നാൽ പിന്നെ അത് ഫോൾഡറാക്കി മാറ്റും. സെക്കൻഡ് തിങ്, അവിടെ നിന്ന് റിസർച്ച് ചെയ്ത് കഴിയുമ്പോൾ ബേസിക്കലി നമ്മൾ മറ്റേ കർസർ, ക്ലോഡ് ഉണ്ട്, ശരിയാ. കർസർ, ക്ലോഡ്, പിന്നെ ലവബിൾ, ബോൾട്ട്. ബോൾട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബോൾട്ട് മൊബൈൽ ആപ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ബോൾട്ട് ഇസ് പ്രിറ്റി ഗുഡ് ഡിസൈൻ. ഡീപ്സീക്ക് ഇല്ല, ഡീപ്സീക്ക് ഞാൻ ഗ്രോക്ക് ഞാൻ ടച്ച് ചെയ്തിട്ടില്ല. സോ എനിക്ക് ഗ്രോക്കിന് ഡീപ്പ് റിസർച്ച് ഭയങ്കര ഇഷ്ടം. ആണോ? ഓക്കെ. ഗ്രോക്ക് ഞാൻ ഡീപ്സീക്ക് യൂസ് ചെയ്തു, ഇറ്റ്സ് ഫൈൻ ബട്ട് നോട്ട് വർത്ത് ലൈക്ക് ബാക്കിയുള്ള ടൂളിന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ ലവബിൾ ആൻഡ് ബോൾട്ട്, ലവബിൾ ഫോർ വെബ് ആൻഡ് റെസ്പോൺസീവ് ഒരു ഡിസൈൻ എലിമെന്റ് കിട്ടാൻ വേണ്ടി. അതല്ലാതെ തന്നെ ഞാൻ ഡിസൈൻസിന് വേണ്ടി ഇപ്പൊ ഫിഗ്മയുടെ കുറച്ച് MCP ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ക്ലോഡ് വിത്ത് കണക്ട് ചെയ്ത് അതിനെ ഒന്ന് റിഫൈൻ ചെയ്തെടുക്കാനുള്ള സാധനമുണ്ട്. പിന്നെ ഗിലിയോ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ജനറേറ്റിംഗ് ഡിസൈൻസ് അഗൈൻ. സോ അതുണ്ട്. പിന്നെ എൻവാറ്റോടെ ഇമേജ് ജെൻസ് യൂസ് ചെയ്യാറുണ്ട് ഫോർ അസറ്റ്സ് ക്രിയേഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യം. അപ്പൊ ഇങ്ങനെ സെറ്റ് ഓഫ് ടൂൾസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇത്രയും ടൂൾസിന് നീ മാസം കൊടുക്കുന്ന എന്തായാലും നീ ഇത്രയും എവിടേക്കോ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്റെ രീതിയിൽ ഞാൻ ഇപ്പൊ എനിക്ക് ആ മീനിങ് കിട്ടുന്നുണ്ട്. ഞാൻ ഈ സ്പെൻഡ് ചെയ്യുന്നതിന് തന്നെ ഒരു ഔട്ട്പുട്ട് എനിക്ക് വരുന്നുണ്ട്. ഇപ്പൊ ബേസിക്കലി നമ്മൾ കമ്പനിയൊക്കെ റൺ ചെയ്യുന്നുണ്ട്, ലൈക്ക് അവിടെ അത് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ലൈക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഹയറിംഗ് എ ലോട്ട് ഓഫ് പീപ്പിൾ, കുറെ നമുക്ക് വേണ്ട ആൾക്കാരെ മാത്രം വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് പോവാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ബേസിക്കലി ഈ ലിസ്റ്റ് ഓഫ് സബ്സ്ക്രിപ്ഷൻസ് എടുത്തു വെച്ചേക്കുന്നത്.
ലൈക്ക് അവസാനിക്കുന്ന മുമ്പേ ലൈക്ക് ലൈക്ക് എനിക്ക് ലൈക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ 3 years what do you feel like how will AI change like your life or for the audience like എന്തൊക്കെയാണ് ഇനി ഇപ്പം അരവിന്ദ് ഇപ്പൊ ഉള്ള ഇപ്പൊ ഈ ഒരു എറായിൽ നിൽക്കുകയാണല്ലോ 3 years എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും ലൈക്ക് ആ 3 years ഞാൻ പറഞ്ഞ എന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അവെയർ ആയിരിക്കുക, ക്യൂരിയസ് ആയിരിക്കുക. ബേസിക്കലി ഇപ്പം ഞാൻ ജെന്യുവൻലി ക്യൂരിയസ് ആണ് ഈ ഫോർ എക്സാമ്പിൾ ഇത് എങ്ങനെ റീസൺ ചെയ്യണമെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ. മനസ്സിലായി. ബേസിക്കലി എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ആ കേർവിന് അപ് ടു ഡേറ്റ് ആയിരിക്കണം. പിന്നെ ഒരു ജനറൽ ഒരു ക്യൂരിയോസിറ്റി വേണം. ആ ക്യൂരിയോസിറ്റി പോകുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ സ്ട്രീറ്റ് ലൈനിലോട്ട് പോകാൻ ചാൻസ് കൊടുക്കും. ഇപ്പം അപ്സ് ആൻഡ് ഡൗൺസ് ലൈക്ക് ഒരു വേവ് ഫോമിൽ പോയി കഴിഞ്ഞാൽ നോട്ട് എവറിത്തിങ് യു വുഡ് ബി വെൽക്കമിങ്, ബട്ട് നമ്മൾ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം. വെരി ഗുഡ്, സ്റ്റേ ക്യൂരിയസ്. എനിക്ക് എൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇതൊക്കെ പ്ലാറ്റോ ആയി, ഇനിയിപ്പോൾ ഒത്തിരി മേജർ ചേഞ്ചസ് വരില്ലായിരിക്കും ഇൻ ദ നെക്സ്റ്റ് 3 years. അരുണിനെ വിശ്വസിക്കാൻ ലൈക്ക് ഇപ്പൊ ക്ലോഡ് തന്നെ ഞാനാണെങ്കിൽ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടാണ്. ശരിയാ, കാരണം ഞാൻ വെരി ഹെസിറ്റന്റ് ആയിരുന്നു ഇത് ചെയ്യാനായിട്ട്. സോ മേ ബി ഐ കുഡ് ബി റോങ്. ഇൻ 3 years നമുക്ക് നോക്കാം. എൻ്റെ രീതിയിൽ എൻ്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് തിങ്, ദർ ഷുഡ് നോട്ട് ബി ഫിയർ ഓഫ് AI. ദ ഓൺലി തിങ് ഇസ് ദാറ്റ് ഇപ്പോൾ അവൻ പറഞ്ഞ പോലെ ക്യൂരിയോസിറ്റി നമ്മൾ വിടാൻ പാടില്ല. എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഒരു ക്യൂരിയോസിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. വൈ ഇറ്റ് ഇസ് റെലവൻറ്റ്, വൈ ആൻഡ് വെൽ ഇറ്റ് ബി യൂസ്ഫുൾ ഇൻ മൈ ലൈഫ്, ഹൗ ക്യാൻ ഐ ഇംപ്രൂവ്, ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും ചോദിക്കുക. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ ലൈഫിനെ നമ്മുടെ സ്കിൽസ് എല്ലാം ഇതുമായിട്ട് എങ്ങനെ ക്ലബ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്ത് പോകാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നോക്കുക. അപ്പം ഈ 3 years എന്ത് പറ്റും എന്ന് നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് 3 years നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് അക്കോമഡേറ്റ് ആൻഡ് ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ഇംപ്രൂവ്ഡ് വിത്ത് ദിസ് ഗ്രോത്ത് ഓഫ് AI. അതാണ് എനിക്ക് ജനറലി സ്പീക്കിംഗ് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം പറഞ്ഞ് കവർ ചെയ്തു, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ടൂൾസ് എല്ലാം പറഞ്ഞു കഴിയുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ വർക്ക് ഫ്ലോസോ, ഇനി നിങ്ങൾ ആരെങ്കിലും ഓട്ടോമേഷനോ നിങ്ങൾ ആരെങ്കിലും വർക്ക് ഫ്ലോസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻസിനകത്ത് ഇടാം. വേറെ We can wrap up. Okay, so guys, see you. Thank you. Bye bye. Subscribe.